ഗുഡ് മോർണിംഗ് ബിലവഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളെ ഓൺലൈനിൽ കേൾക്കുന്നവർക്ക് ഞങ്ങളെ ഫേസ്ബുക്കിലൂടെ എഴുതി അറിയിക്കാവുന്നതാണ്. നമ്മുടെ ഹാൻഡിൽ @ബിലവഡ് സൺസ് ഓഫ് ഗോഡ് എന്നാണ്. നിങ്ങൾ ഞങ്ങളെ യൂട്യൂബിൽ കേൾക്കുന്നു എങ്കിൽ വീഡിയോയുടെ താഴെ നിങ്ങൾക്കൊരു ലിങ്ക് ലഭിക്കുന്നതാണ്. അതിലൊരു PDF ഫയലുണ്ട്. അതിൽ നിന്ന് നമ്മൾ വായിക്കുന്ന എല്ലാ വചനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്കറിയാമോ, ബിലവഡ് അതിങ്ങനെ ഒരു സഭയാണ്. ഇവിടെ നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് വചനത്തിൽ അധിഷ്ഠിതമാണ്. ഒരുപാട് ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ സാഹചര്യങ്ങളെക്കുറിച്ച് ഞങ്ങളെ എഴുതി അറിയിക്കാറുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതം വചനത്തിൽ അധിഷ്ഠിതമാണ് എങ്കിൽ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരം അതും നിങ്ങൾക്ക് വചനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുവാനിടയാകും. ഇത് ഞാൻ ബിലവഡ് സഭയിൽ ഞാൻ കണ്ടു. ഇത്രയും വർഷങ്ങളായിട്ട് ബിലവഡിൽ നിലനിൽക്കുന്നവർ അവരുടെ വേര് വചനത്തിലായിരിക്കുന്നവർ. എത്ര പേർക്കറിയാം, ഏതെങ്കിലും ഒരു വൃക്ഷത്തിൻ്റെ വേര് അത് ഉറപ്പുള്ളതാണ് എങ്കിൽ അതായിരിക്കും ഫലം നൽകുന്ന വൃക്ഷം. ഏതെങ്കിലും ഒരു വൃക്ഷത്തിന് വേരില്ല എങ്കിൽ അതിന് ആഗ്രഹിച്ചാലും അതിന് ഫലം കൊടുക്കാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ എത്ര പേര് ഇന്ന് വചനം കേൾക്കുന്നോ, അത് ഓൺലൈൻ മാധ്യമത്തിലൂടെ ആകാം. നിങ്ങൾ വിശ്വാസത്തോടു കൂടെ നിങ്ങൾ വചനം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ പ്രശ്നങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുവാനിടയാകും. ഇന്ന് നമ്മൾ എത്രയധികം സാക്ഷ്യങ്ങൾ കേട്ടോ, അത് വചനം കേട്ടതിലൂടെ മാത്രമല്ല, അവരങ്ങനെയുള്ളവരായിരുന്നു. അവർ വചനം കേട്ടിട്ട് അതനുസരിക്കുന്നവരായിരുന്നു. അവർക്ക് വേണ്ടി പ്രവർത്തിച്ചത് എന്താണ്? ആ പ്രശ്നങ്ങളുടെ ഇടയിൽ അവർ മറന്നുപോയില്ല അവരാരാണ് എന്ന്. അവരുടെ സാഹചര്യങ്ങളെ പ്രശ്നങ്ങളെ അവരുടെ മുകളിൽ ഒരു തിരിച്ചറിവ് കൊടുക്കാൻ അനുവദിച്ചില്ല. അവർ ഉറപ്പോടെ നിന്നു അവരുടെ തിരിച്ചറിവിൻ്റെ കാര്യത്തിൽ. പിന്നെ അവർക്ക് കാണുവാൻ സാധിച്ചു എല്ലാ പ്രശ്നങ്ങളും അവരുടെ മുമ്പിൽ മുട്ടുമടക്കുവാനിടയായി. ഇന്ന് ഒരു സാക്ഷ്യം എൻ്റെ കസിൻ പറയുവാനിടയായി. ഒരു സാക്ഷ്യം ഗീതൂസ് പറയുവാനിടയായി. എൻ്റെ കസിൻ്റെ സാക്ഷ്യം ഇതായിരുന്നു. എൻ്റെ കസിൻ അവർക്ക് GSTയെ കുറിച്ച് ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരം തിരക്കിക്കൊണ്ടിരുന്നു. ചിലപ്പോൾ അങ്ങനെ തോന്നാം, നിങ്ങൾ തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലത്താണ്, നിങ്ങൾ തെറ്റായിട്ടുള്ള വാതിലാണ് മുട്ടിയത്, നിങ്ങൾക്കെല്ലാം തെറ്റായി തോന്നും. ചിലപ്പോൾ നോക്കുമ്പോൾ അങ്ങനെയായിരിക്കും കാണുന്നത്, ദൈവം അങ്ങനെ ഒരാളേ ഇല്ല എന്ന്. എന്തുകൊണ്ടെന്നാൽ അവൾ അവിടെ പോയപ്പോൾ വിജയവാഡയിൽ പോയി. അവിടെ അവർ പറയുവാനിടയായി, നിങ്ങൾക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്, തിരുപ്പതിയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അവൾക്ക് വേണ്ടി ട്രെയിൻ ബുക്ക് ചെയ്തു. അവളുടെ സീറ്റിൽ പോയിരുന്നപ്പോൾ അവിടെ കാണുവാനിടയായി. 2 പേരെ പെട്ടെന്ന് അവിടെ കാണുവാനിടയായി. ആ 2 പേരിൽ ഒരാൾ വളരെ നല്ലൊരു ഫ്രണ്ടാണ്. ആ ഓഫീസിൽ അവൾക്ക് പ്രശ്നമുണ്ടായിരുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുടേത്. നിങ്ങൾ നോക്കുക, ഇപ്പോൾ നിങ്ങൾ പറയുക, നിങ്ങൾക്ക് സ്വർഗീയ പിതാവ് ഉണ്ടോ ഇല്ലയോ? അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് ബിലവഡ് സഭയുടെ അടിസ്ഥാനം. അതിൻ്റെ ആധാരം ഇതാണ്: നമ്മൾ അവൻ്റെ പ്രിയ പുത്രന്മാരാണ് എന്നുള്ളതാണ്, നമ്മൾ പിതൃത്വത്തിലാണ് എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് തോന്നാം നമ്മൾ ഒറ്റയ്ക്കാണ്, നമ്മൾ അനാഥരാണ് എന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തും, നീ ഒറ്റയ്ക്കല്ല, നിനക്കൊരു സ്വർഗീയ പിതാവുണ്ട്. നിന്റെ മുഴുവൻ ജീവിതം പൂർത്തീകരിക്കപ്പെട്ടൊരു കാര്യത്തിലാണ്. പിന്നെ നമ്മൾ എങ്ങനെയാണ് വിശ്രമത്തിൽ നിലനിൽക്കേണ്ടത് പഠിക്കും. ഒരു പുത്രൻ്റെ ജീവിതം ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ്. നമ്മൾ സഞ്ചരിക്കുന്നതിനനുസരിച്ച് നമ്മൾ അറിയുകയാണ് നമ്മുടെ മുഴുവൻ ജീവിതവും ഒരു പൂർത്തീകരിക്കപ്പെട്ട കാര്യത്തിലാണ്. ഈ സാക്ഷ്യം നമ്മൾ ഗീതുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കേൾക്കുവാനിടയായി. എങ്ങനെയാണ് അവൾക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഇങ്ങനെ ഒരു കോൾ വന്നുകൊണ്ടിരുന്നു. അവൾക്കത് പ്രശ്നം കൊടുത്തുകൊണ്ടിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൾക്കൊരു റോങ് നമ്പർ വരുവാനിടയായി. ആരോ അവിടെ നമ്പർ ചേഞ്ച് ചെയ്തില്ല. ആ ആള് ഏതോ ഒരു ബാങ്കിന് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അതിപ്പോൾ ഇവൾക്ക് വന്നുകൊണ്ടിരുന്നു. ഒരു DCP ബാങ്കായിരുന്നു. അവൾ ഈ കോളിനാൽ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഒരു ക്ലയൻറ്റ് അവളുടെ അടുത്തേക്ക് വന്നു. സാധാരണമായിട്ട് അവളുടെ ക്ലയൻറ്റുകളോട് പ്രശ്നങ്ങൾ പറയാറില്ല. പക്ഷേ ഈ ക്ലയൻറ്റിനോട് ആ പ്രശ്നങ്ങൾ പറയുവാനിടയായി. അപ്പോൾ ആ ക്ലയൻറ്റ് പറയുകയാണ്, എന്ത് DCP ബാങ്കോ? എൻ്റെ ഭർത്താവ് DCP ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ്, ആ കളക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ എന്ന്. ആ സമയത്ത് അവൾ കോൾ ചെയ്യുവാനിടയായി. ആ സമയത്തിന് ശേഷം എല്ലാം വന്നുകൊണ്ടിരുന്ന കോൾ നിന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെയും എൻ്റെയും പിതാവ് എത്ര അത്ഭുതകരമായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം പിതൃത്വത്തിലാണ്. നമ്മൾ വിശ്രമിക്കാൻ നമുക്ക് സാധിക്കും. ഈ സത്യത്തിൽ നമ്മുടെ ജീവിതം ഒരു പൂർത്തീകരിക്കപ്പെട്ട കാര്യമാണ് എന്ന്. നമ്മുടെ ജീവിതം അത് പിതൃത്വത്തിലാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ പഠിക്കും, ഞാൻ എങ്ങനെയാണ് വിശ്രമത്തിൽ നിലനിൽക്കേണ്ടതെന്നും യേശുക്രിസ്തു എനിക്ക് വേണ്ടി മുന്നോട്ട് പോകുന്നതെന്നും. ഇന്ന് നമ്മൾ വേറൊരു സാക്ഷ്യവും കേൾക്കാൻ സാധിച്ചു. മിതാലിയുടെ എങ്ങനെയാണ് അവൾ ജോലി ചെയ്തുകൊണ്ടിരുന്നിടത്ത് അവളുടെ ബോസ് ചില കാര്യങ്ങൾ പറയുവാനിടയായി, ഇവളെ നാണം കെടുത്തുവാൻ വേണ്ടിയിട്ട്.
ആ സമയത്ത് ഇവർ ഒന്നും തിരിച്ചുത്തരം പറഞ്ഞില്ല. നിങ്ങൾക്കറിയാമോ, വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾക്ക് യുദ്ധം ഉള്ളത് അത് ദൈവമാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, നിങ്ങൾ കേൾപ്പാൻ വേഗതയും പറയാൻ താമസവും കോപത്തിന് താമസവുമുള്ളവരായിരിക്കണമെന്ന്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന്റെ നീതി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്. ആ സമയത്ത് അവൾ സമാധാനത്തോടെ ഇരുന്ന് ഒന്നും ചെയ്തില്ല. കുറച്ച് ദിവസത്തിന് ശേഷം കേൾക്കുവാനിടയായി ആ ആളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയെന്ന്. നിങ്ങൾക്കറിയാമോ, സ്വർഗീയ പിതാവ് നിങ്ങളെ എത്രയധികം സ്നേഹിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അത് നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കുവാനിടയാകും, നിങ്ങൾ നിങ്ങളുടെ വിശ്രമത്തിൻ്റെ സ്ഥലത്ത് പിടിച്ചുകൊണ്ട് നിലനിൽക്കുമ്പോൾ. എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. 2-3 ആഴ്ച മുമ്പ് ഒരു ഷോ ഉണ്ടായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഞാൻ പോകാറില്ല. ഒരു ഫുൾ ടൈം അസിസ്റ്റൻ്റ് എനിക്ക് വേണ്ടി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരാളെ മാത്രമേ ഞാൻ അവിടെ ഏറ്റവും അധികം പ്രശംസിച്ചിരുന്നുള്ളൂ. എനിക്ക് പിന്നീട് മനസ്സിലാക്കുവാൻ സാധിച്ചു ആ ആളെ എനിക്ക് വേണ്ടി തെറ്റായ കാര്യങ്ങൾ ഇവിടെ പറയുന്നുവെന്ന്. പിന്നെ അവളെ ഞാൻ എൻ്റെ അടുത്ത് വിളിച്ചു. എന്നിട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് സംസാരിച്ചു. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്നെക്കുറിച്ച് അവിടെ പറയുന്നുണ്ടോ എന്ന്. ആ സമയത്ത് അവർ ഒന്നും എന്നോട് പറഞ്ഞില്ല. ആ കാര്യം അവിടെ വിട്ടുകളഞ്ഞു. പിന്നെ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ അറിയുവാനിടയായി ആ ആളെ ആ ഷോയിൽ നിന്നും പുറത്താക്കി എന്ന്. ഇപ്പോൾ വേറൊരാളാണ് അവരുടെ സ്ഥലത്ത് അവിടെ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. എങ്ങനെയാണ് കുറ്റബോധം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ തെറ്റായിട്ടുള്ള ആളാണ് എന്ന്. പക്ഷെ ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിൽ പിതാവിൻ്റെ നീതിയാണ്. ഇപ്പോൾ യേശു ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നത്. വേറെ ആരെങ്കിലും നിങ്ങൾക്ക് വിരോധമായി വന്നാൽ നിങ്ങൾക്കറിയാമോ, ആ നീതിയുടെ വിരോധത്തിലാണ് അത് വരുന്നത്. അതെൻ്റെ നീതിയല്ല, അവൻ്റെ നീതിയാണ്. യേശു ക്രിസ്തുവാണ് എന്നെ നിഷ്കളങ്കനാക്കിയത്. ഏത് സ്ഥലത്താണോ ഞാൻ നിൽക്കുന്നത് അത് അവൻ്റെ രക്തമാണ് എനിക്ക് വേണ്ടി അവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഇന്ന് നിങ്ങളുടെ വിരോധമായി വരുന്നുവെങ്കിൽ നിങ്ങൾ സമാധാനത്തോടെ ആയിരിക്കുക. പിതാവിന് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ അനുവദിക്കുക. ഇന്ന് നമ്മൾ കേട്ട സാക്ഷ്യങ്ങളെല്ലാം അത് ഈ കാര്യം ഘോഷിക്കുന്നതായിരുന്നു. എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഒരു പൂർത്തീകരിക്കപ്പെട്ട കാര്യമാണെന്ന്. ഒരു പുത്രനറിയാം അവർ ഒരു പിതൃത്വത്തിലാണെന്ന്. അങ്ങനെയുള്ള ഒരു പുത്രന് മാത്രമേ രാജാവിനെ പോലെ ജീവിക്കാൻ സാധിക്കൂ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു CTSനെ കുറിച്ച്. CTSൻ്റെ അർത്ഥം കാസ്റ്റ് യുവർ കെയർ, നമ്മുടെ ചിന്തകളെല്ലാം യേശുവിലിടുക. ടേക്ക് നോ തോട്ട്സ്, ഒരു വിചാരങ്ങളും പിതാവിൽ നിന്നല്ലാത്ത എടുക്കാതിരിക്കുക. സ്പീക്ക്, ഏറ്റു പറയുക. ഇതെല്ലാം വിശ്രമത്തിൻ്റെ സ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു പുത്രൻ്റെ തിരിച്ചറിവിൽ നിങ്ങൾ ഇങ്ങനെയുള്ള 3 കാര്യങ്ങളെ തീർച്ചയായും ചെയ്യാൻ പഠിക്കണം. ഒരു പുത്രൻ്റെ ജീവിതം അത് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ്. എത്രയധികം സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടോ, അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും നിയന്ത്രിക്കുന്നത് എന്ന്. നിങ്ങൾക്കറിയാമോ, ഗീതുവിൻ്റെ മകൻ, അവന് വളരെയധികം ഛർദ്ദിലുണ്ടായിരുന്നു. ആ സമയത്തും അവൾ അവരുടെ തിരിച്ചറിവിൽ നിലനിന്നു. അവൻ്റെ മകനും സൗഖ്യം ലഭിക്കുവാനിടയായി. മതത്തിൽ നമ്മളെ പഠിപ്പിക്കും എങ്ങനെയാണ് പ്രശ്നങ്ങളുടെ പുറകെ ഓടുന്നത് എന്നും. ഒരു പ്രശ്നം വന്നാൽ നമ്മൾ മറ്റുള്ള മനുഷ്യരുടെ അടുത്തേക്ക് ഓടും. പക്ഷേ ആ സമയത്ത് ഗീതു അവളുടെ തിരിച്ചറിവിൽ പിടിച്ചുകൊണ്ട് നിന്നു. അവൾ മറന്നില്ല അവൾ ആരാണെന്ന്. എനിക്ക് വളരെ സന്തോഷം തോന്നി മിതാലിയുടെ സാക്ഷ്യവും. നിങ്ങൾക്കറിയാമോ, നമ്മൾ എന്നും രാവിലെ എഴുന്നേറ്റ് ഇത് പറയാറില്ല, ഞാൻ പുത്രനാണ്, ഞാൻ പുത്രനാണ്, ഞാൻ പുത്രനാണ് എന്ന്. പുത്രൻ ആകാൻ വേണ്ടി ഞാൻ ഉദാഹരണം തന്ന പോലെ നിങ്ങൾ എന്നും രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ട് എടുത്ത് നോക്കാറില്ല ഇതറിയാൻ വേണ്ടി നിങ്ങളൊരു ഇന്ത്യനാണോ എന്ന്. പക്ഷേ ആർക്കെങ്കിലും സംശയമുണ്ട് എങ്കിൽ അവർ ചിലപ്പോൾ എന്നും രാവിലെ എഴുന്നേറ്റ് അവരുടെ പാസ്പോർട്ട് നോക്കുമായിരിക്കാം. കുറച്ച് സമയത്തിന് ശേഷം പക്ഷേ നിങ്ങൾ വീണ്ടും വിശ്രമത്തിലായിരിക്കും, ഞാൻ ഇന്ത്യനാണ്, അതുകൊണ്ടൊരു വിശ്രമത്തിൻ്റെ സ്ഥലമുണ്ട്. നിങ്ങൾ കേൾക്കുന്നത് ആവാൻ വേണ്ടിയല്ല, നിങ്ങൾ കേൾക്കുന്നത് നേരത്തെ മുന്നമേ നിങ്ങൾ ആയിരിക്കുന്ന കാര്യമാണ്. അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ലാസർ മരിച്ചപ്പോഴും യേശു ക്രിസ്തു ആ സ്ഥലത്ത് അവൻ്റെ തിരിച്ചറിവ് ആ മരണത്തിൽ നിന്ന് എടുത്തില്ല. അല്ലെങ്കിൽ അവിടെ നിന്ന് ആളുകളെ നോക്കിയിട്ട് അവർ കരയുന്നവരും ദുഃഖത്തിലായിരിക്കുന്നവരെയും നോക്കി അവരിൽ നിന്ന് തിരിച്ചറിവ് എടുത്തില്ല. പക്ഷെ ആ സമയത്തും അവൻ്റെ തിരിച്ചറിവ് തന്നെത്താൻ വിശുദ്ധനാക്കി വെച്ചു. അവൻ അറിയാമായിരുന്നു അവൻ്റെ തിരിച്ചറിവിനെ കുറിച്ച്. അവൻ ഏറ്റു പറഞ്ഞു, ഞാൻ പുനരുദ്ധാനവും ജീവനുമാണ് എന്ന്. ആ സമയത്ത് ആ സത്യത്തിൽ നിലനിന്നപ്പോൾ മരണത്തെയും ജീവനിലേക്ക് മാറ്റുവാനിടയായി. യേശു ക്രിസ്തു അവൻ്റെ തിരിച്ചറിവിനാൽ മറ്റുള്ള കാര്യങ്ങൾ മാറ്റുന്നു പുറത്തുള്ളത്. അതേ സത്യമാണ് എനിക്ക് നിങ്ങൾക്കും വേണ്ടിയുള്ളത്. നിങ്ങൾക്കറിയാമോ, എല്ലാ പ്രശ്നങ്ങളുടെയും എല്ലാ സാഹചര്യങ്ങളുടെയും ഉത്തരം അത് യേശു ക്രിസ്തുവാണ്. അവൻ നിങ്ങളിലുള്ളവനാണ്. എല്ലാ പ്രശ്നങ്ങളും വരുന്നത് നിങ്ങളെ ദാസത്വത്തിൽ ആക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ്, നിങ്ങൾ ദൈവപുത്രനല്ല എന്ന്. പക്ഷെ അങ്ങനെയുള്ള എല്ലാ സങ്കല്പങ്ങളെയും ക്രിസ്തുവിനോടുള്ള വിപരീതത്തിൽ ഉണർന്നു വരുന്ന ഉയർച്ചകളെയും നമ്മൾ പിടിച്ചടക്കും. പ്രശ്നങ്ങൾ നിങ്ങളുടെ തിരിച്ചറിവുമായി വരുമ്പോൾ അതിൽ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളൊരു ദാസനാണ്,
അപ്പോൾ നിങ്ങൾ ഓർക്കുക, പിതാവ് നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത്. നിങ്ങൾ അവൻ്റെ സന്തതികളാണ്, നിങ്ങൾ അവൻ്റെ പ്രിയ പുത്രന്മാരാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലും കാണുവാനിടയായി. ഞാൻ ഈ സത്യത്തിൽ നിലനിന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. പക്ഷേ ഒരു വളരെ അത്ഭുതകരമായ കാര്യമുണ്ടായി. ഞാൻ എൻ്റെ തിരിച്ചറിവ് പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ ആയിരുന്നപ്പോൾ അവർക്ക് അറിയത്തില്ലായിരുന്നു സൺഫ്ലവർ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്ലവറാണ് എന്ന്. വളരെ കുറച്ച് ആളുകൾക്ക് ഇത് അറിയത്തുള്ളൂ. ഒരു ദിവസം രാവിലെ എനിക്ക് ഇങ്ങനെ സംഭവിക്കാനിടയായി. എനിക്ക് എന്നോട് പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന നീ ദൈവത്തിൻ്റെ പ്രിയപുത്രനല്ല എന്ന്. പക്ഷെ ഞാൻ അതിൽ നിന്ന് എൻ്റെ തിരിച്ചറിവെടുത്തില്ല. ഞാൻ വിശ്വസിച്ചു ഞാൻ സ്വർഗീയ പിതാവിൻ്റെ പ്രിയപുത്രനാണ്. അതിനുശേഷം ഞാൻ വൈകുന്നേരം ജോലിക്ക് പോയി. അവിടെ കാണുവാനിടയായി. അവിടെ എനിക്ക് വേണ്ടി സൺഫ്ലവർ കൊണ്ടുവരികയാണ്. അവരെന്നോട് പറഞ്ഞു എക്സ്ട്രാ ഫൂൽ ഉണ്ടായിരുന്നത് തീർന്നു പോയി, അതുകൊണ്ടാണ് ഞങ്ങളിത് കൊണ്ടുവന്നതെന്ന്. ഞാൻ എൻ്റെ ഉള്ളിൽ വളരെയധികം സന്തോഷിച്ചു ഈ കാര്യത്തിൽ. ഇത് എൻ്റെ സ്വർഗീയ പിതാവിന് മാത്രമേ അറിയൂ എനിക്ക് എന്താണ് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന്. ആ ആഴ്ചയിലെ തന്നെ വേറെ സാക്ഷ്യമായിരുന്നു. ഒരുപാട് സമയമായിട്ട് എനിക്കൊരു റൗണ്ട് ഷേപ്പിലെ ഒരു ഇയറിംഗ് വേണമായിരുന്നു. ഒരുപാട് സമയമായിട്ട് ഞാൻ ഒരുപാട് നാളായിട്ട് അത് മേടിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ എനിക്ക് സമയമില്ലായിരുന്നു. മമ്മി വേറൊരാൾക്ക് വേണ്ടി ഗിഫ്റ്റ് മേടിക്കുകയാണ്. ആ ഗിഫ്റ്റ് ശരിയായിട്ട് വന്നില്ല. അപ്പോൾ അവർക്ക് ആ ഗിഫ്റ്റ് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. ആ സ്ഥലത്ത് വേറെ എന്തെങ്കിലും മേടിക്കണമായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, പ്രിയ, നിനക്ക് ഒരുപാട് സമയമായിട്ട് ഒരു റൗണ്ട് ഇയറിംഗ് വേണമായിരുന്നല്ലോ. അതെനിക്ക് സമ്മാനമായിട്ട് ആ റൗണ്ട് ഷേപ്പിലെ ഇയറിംഗ് ലഭിച്ചു. ഒരുപാട് സമയമായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. നിങ്ങൾക്കറിയാമോ, സത്യത്തിൽ ഞാൻ ആ സ്നേഹം അനുഭവിച്ചു. ഇതെപ്പോഴാണ് സംഭവിച്ചത്? ഞാൻ എൻ്റെ അനുഭവത്തോട് പറയാൻ അനുവദിച്ചില്ല ഞാൻ ആരാണ് എന്ന്. സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ സ്വർഗീയ പിതാവ് പറയുകയാണ് ഞാൻ അവൻ്റെ പ്രിയപുത്രനാണ് എന്ന്. നമ്മൾ ഈ സത്യത്തിൽ നിലനിൽക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിൽ മുട്ടുമടക്കുവാനിടയാകും. പക്ഷേ നമ്മൾ സൃഷ്ടികളിലോട് നോക്കി നമ്മുടെ തിരിച്ചറിവെടുക്കാൻ നോക്കിയാൽ നമ്മളൊരു ചക്രത്തിൽ നമ്മൾ അതിൽ അകപ്പെട്ടു പോകാനിടയാകും. നമ്മൾ വിശ്വസിക്കുന്നത് വചനത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ടാണ്. അതാണ് ഒരു പരിപൂർണനായ പുത്രൻ്റെ തിരിച്ചറിവ്. ഇന്ന് ഏതെങ്കിലും ഓഫീസർ നിങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല, നിങ്ങളുടെ എന്തെങ്കിലും കാര്യം നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിരാശരാകാതിരിക്കുക. നിങ്ങൾ ഈ വിശ്രമിക്കുക ഈ സത്യത്തിൽ നിങ്ങൾ അവൻ്റെ പ്രിയപുത്രനാണോ എന്നുള്ളത്. ഞാൻ നിങ്ങളൊരു സാക്ഷ്യം പറഞ്ഞ പോലെ എൻ്റെ കസിൻ ട്രെയിനിൽ പോയപ്പോൾ നേരത്തെ 2 അധികാരികൾ അവിടെ ആയിരിക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം പൂർത്തീകരിക്കപ്പെട്ടൊരു കാര്യമാണ്. അത് മറ്റൊന്നിനും അത് പറയാൻ അനുവദിക്കരുത്. ഇല്ല, ഇതിപ്പോൾ ഇതുവരെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല, എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ പറഞ്ഞതുപോലെ CTS നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുകയാണ്. നമ്മൾ ബിലവഡിൽ ഈ കാര്യം നമ്മൾ അഭ്യസിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സന്ദേശം യേശുക്രിസ്തു കൊണ്ടുവന്ന സന്ദേശം, അത് നമ്മളൊരു ആണി പോലെ ഒരു ചുറ്റിക്ക് വെച്ച് അടിക്കുമ്പോൾ എത്രയധികം നിങ്ങൾ അടിക്കുന്നുവോ ആ ആണി അത്രയധികം അകത്തേക്ക് പോകും. അതുപോലെയാണ് വചനവും. ഒരാൾ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഒരാൾ എനിക്ക് ഫോൺ ചെയ്തിട്ട് പറയുകയാണ് എനിക്കൊരു പ്രശ്നമുണ്ട് എന്ന്. ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ വിശ്രമിക്കുക. അപ്പോൾ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ വിശ്രമിക്കാൻ മാത്രം പറയുന്നു, ഒന്നുമില്ലേ വേറെ നിങ്ങൾക്ക് പറയാനെന്ന്. സത്യം ഇതാണ്, നമ്മൾ നമ്മുടെ മനസ്സിനെ ആ സമാധാനത്തിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുവരണം. നിങ്ങൾ പ്രശ്നങ്ങളുടെ പുറകെ ഓടുന്നത് നിർത്തുക. അത് നിങ്ങളെ ഒരു തിരിച്ചറിവിലിടുവാനിടയാകും. നിങ്ങൾ സമാധാനത്തിലാകുമ്പോൾ ആ പ്രശ്നങ്ങൾ അത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കപ്പെടുവാനിടയാകും. ഒരു പുത്രൻ്റെ ജീവിതം പരിശുദ്ധാത്മാവിനാൽ ഒരു പുത്രൻ്റെ ജീവിതം പരിശുദ്ധാത്മാവുമായ ഒരു കൂട്ടായ്മയിലാണ്. ഏത് നിമിഷം നിങ്ങൾ വചനത്തിൽ വിശ്വസിച്ചോ, നിങ്ങളുടെ ആത്മാവിൽ വീണ്ടും ജനനം നടന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്നു. ഒരു കാരണത്തോടെ, ഒരു ഉദ്ദേശത്തോടെയാണ് വന്നത്. വരും നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം വായിക്കാം. എത്രയധികം വചനങ്ങൾ നമ്മൾ വായിക്കുന്നുവോ അത് നിങ്ങളെക്കുറിച്ചാണ്, നിങ്ങളുടെ തിരിച്ചറിവിനെ കുറിച്ചാണ്. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ഓർമ്മ തരികയാണ് ക്രിസ്തുവിൽ നമ്മൾ ആരാണെന്ന്. വരും നമുക്ക് വചനം വായിക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും യേശു ക്രിസ്തു ക്രൂശിൽ പോകുന്നതിന് മുമ്പ് അവൻ്റെ ശിഷ്യന്മാരോട് എന്താണ് പറഞ്ഞതെന്ന്. 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു, നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ഇവിടെ നമുക്ക് വചനത്തിൽ വായിക്കാൻ സാധിക്കും, യേശു പറയുകയാണ് ഞാൻ പോകേണ്ടത് നിങ്ങൾക്ക് നല്ലതാണ് എന്ന്. പലപ്പോഴും എനിക്ക് അങ്ങനെയുള്ള ആളുകൾ ലഭിക്കാറുണ്ട്. അവർ ആഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ദർശനം അവർക്ക് അവരുടെ കണ്ണിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടാകണമെന്ന്. യേശു ഇവിടെ പറയുകയാണ് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ് എന്ന്. ഞാൻ പോയില്ല എങ്കിൽ ആ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ആരാണ് ആ കാര്യസ്ഥൻ? പരിശുദ്ധാത്മാവാണ്. നിങ്ങൾക്കറിയാമോ, എല്ലാ സാക്ഷ്യങ്ങളും ഇന്ന് നമ്മൾ കേട്ടത് എത്ര അത്ഭുതകരമായിരുന്നു. അതെന്തുകൊണ്ടാണ്? പ്രശ്നങ്ങൾ അവരുടെ അടുത്തേക്ക് വന്നപ്പോൾ അവർ ഫോൺ എടുത്തില്ല, അവർ പ്രിയയെ ഫോൺ ചെയ്തില്ല.
പക്ഷേ അവർ ഓർമ്മയിലായിരുന്നു, അവൻ ആരാണെന്നുള്ള ബോധ്യത്തിലായിരുന്നു. അവർ പരിശുദ്ധാത്മാവിൽ വിശ്രമത്തിൽ നിലനിന്നു. നിങ്ങൾക്കറിയാമോ, എൻ്റെ കസിൻ പുത്രത്വത്തിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവാണ് അവളെ ഓർമ്മപ്പെടുത്തിയത് അവിടെ തിരിച്ചറിവിനെക്കുറിച്ച്. എത്രയധികം സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടോ. ഓഫീസറിനെ കാണുന്നതാണെങ്കിലും ബോസ് വഴക്ക് പറഞ്ഞതാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മൾ കണ്ടു. പുത്രൻ അറിയുകയാണ് എങ്ങനെയാണ് വിശ്രമത്തിൽ നിലനിൽക്കേണ്ടത് എന്ന്. വിശ്രമത്തിൽ നിലനിൽക്കുന്നതിലൂടെ എല്ലാ പ്രശ്നങ്ങളും അവരുടെ മുമ്പിൽ മുട്ടുമടക്കുവാനിടയാകും. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ലോകത്തിന് പാപത്തെക്കുറിച്ച്, എന്തുകൊണ്ടെന്നാൽ അവർ യേശുവിനെ അറിയുന്നില്ല. എനിക്കും നിങ്ങൾക്കും ഇവിടെ ഇരിക്കുന്നവർക്ക്, വീണ്ടും ജന്മം പ്രാപിച്ചവർക്ക്, നമുക്ക് വേണ്ടി അത് നടന്നിരിക്കുന്നു. നമ്മൾ പാപത്തിൽ ഉണർന്നിരിക്കുകയാണ്. നമ്മൾ അറിഞ്ഞിരിക്കുന്നു നമുക്കൊരു രക്ഷകന്റെ ആവശ്യമുണ്ട് എന്ന്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ഇപ്പോൾ പരിശുദ്ധാത്മാവ് നീതിയെക്കുറിച്ച് നമുക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്ത് പോകുന്നു. അതിൻ്റെ അർത്ഥം ഇതാണ്, ഇന്ന് നിങ്ങൾ പ്രശ്നങ്ങളുടെ ഇടയിലാണ് എങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കാര്യം. യേശു ക്രിസ്തുവിൽ നിങ്ങൾ പിതാവിൻ്റെ നീതിയാണ്. എല്ലാ പ്രശ്നങ്ങളിലും നീതിയുടെ ബോധത്തിൽ നിങ്ങളെ ഉണർത്തുകയാണ്. നിങ്ങൾ അവൻ്റെ രക്തത്തിലൂടെയുള്ള സന്തതികളാണ്. മരണം അത് നിങ്ങളുടെ സ്വഭാവത്തിലേ ഇല്ല. ഇതേ കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ സ്വഭാവത്തിൽ ഇല്ല രോഗം. സ്വർഗീയ ആരോഗ്യം ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അതെൻ്റെ അവകാശമാണ്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ് ന്യായവിധിയെക്കുറിച്ച്. ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ആരാണ് ലോകത്തിൻ്റെ പ്രഭു? സാത്താൻ. അവനെ വിധിച്ചിരിക്കുകയാണ്. യേശു ക്രിസ്തു ആ കുറ്റം ചെയ്തവൻ്റെ മുകളിൽ വിജയാളിയായി പുറത്തു വന്നു. സാത്താൻ മുന്നമേ അവൻ കുറ്റം വിധിക്കപ്പെടുകയാണ് ക്രൂശിൻ്റെ മുകളിൽ. അതുകൊണ്ട് ഞാൻ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പുറകെ ഓടാതിരിക്കുക. അവനാണ് നിങ്ങൾക്ക് തിരിച്ചറിവ് തരുന്നത്. നിങ്ങൾക്കതിൻ്റെ പുറകെ ഓടേണ്ട ആവശ്യമില്ല. മുന്നമേ വിധിക്കപ്പെട്ടിരിക്കുന്നതിന്. ഇന്നത്തെ ഭാരതം ബ്രിട്ടീഷുകാരുമായി യുദ്ധത്തിലല്ല. നമ്മൾ അവരുമായിട്ട് യുദ്ധം ചെയ്യുന്നില്ല. നമ്മൾക്ക് അവരുമായിട്ട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. നമ്മൾ മുന്നമേ അറിയാം അത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ വിശ്രമത്തിലായിരിക്കണം. ഇപ്പോൾ ഈ യുദ്ധം അത് അവസാനിച്ചിരിക്കുന്നു. നമ്മൾ വിജയാളികളായിട്ടാണ് പുറത്തു വന്നത്. മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എല്ലാ ഉയർച്ചയുടെ വഴിയിലേക്കും കൊണ്ടുപോകും. എല്ലാ സ്വർഗീയ ആരോഗ്യത്തിലേക്കും അവൻ നിങ്ങളെ കൊണ്ടുപോകും. അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശരിയായ ജീവിതസഖിയെ തിരഞ്ഞെടുക്കാൻ നിങ്ങളെ സഹായിക്കും. അതിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും ആ സത്യത്തിൻ്റെ ആത്മാവ്. യേശുക്രിസ്തു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ജീവൻ ലഭിക്കുന്നതിന് മുമ്പ് എന്താണ് വരുന്നത്? ആ സത്യമാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ആദ്യം ഗീതുവിൻ്റെ സാക്ഷ്യത്തിൽ നമ്മൾ കേട്ടതുപോലെ, അവരുടെ മകൾ ഗീതുവിൻ്റെ സാക്ഷ്യത്തിൽ കേട്ടതുപോലെ കുഞ്ഞ് ഛർദ്ദിച്ചപ്പോൾ സത്യമാണ് ആദ്യം എത്തിയത്. പിന്നെ ആ സൗഖ്യം അവരുടെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ കാണുവാനിടയായി. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് വരുന്നത് നിങ്ങളോട് പറയാൻ ഇതായിരിക്കും, നിങ്ങൾ അല്ലാത്തത് പറയാനായിരിക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയപുത്രനല്ല എന്ന് പറയാനായിരിക്കും. പക്ഷേ നമ്മൾ അങ്ങനെയുള്ള ചിന്തകളെ കുടഞ്ഞു കളയുന്നു, നമ്മളിൽ നിന്ന് ദൂരത്താക്കുന്നു. ജിഗർ സാക്ഷ്യം പറഞ്ഞു എങ്ങനെയാണ് കാർ ഇൻഷുറൻസ് ഫ്രീ ആയിട്ട് കിട്ടിയതെന്ന്. എനിക്ക് കോൾ വരാറുണ്ട്, മാം നിങ്ങളുടെ ഇൻഷുറൻസ് തീർന്നു, നിങ്ങൾക്ക് 60,000 രൂപ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന്. എത്രയധികം തെറ്റായിട്ട് എനിക്ക് കോള് വരും, മാം നിങ്ങളുടെ ഇൻഷുറൻസ് തീർന്നു, നിങ്ങൾക്ക് 60,000 രൂപ കൊടുക്കണമെന്ന്. എത്രയധികം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്നുവോ അതിൽ നിന്ന് ഞാൻ എൻ്റെ തിരിച്ചറിവെടുക്കാറില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ദൈവത്തിൻ്റെ പ്രിയപുത്രനാണെന്ന്. ആ സമയത്ത് ഞാൻ എന്നെ തന്നെ ആ വിശ്രമത്തിൽ കാണുന്നു. എന്ത് സാഹചര്യമാണെങ്കിലും ഞാൻ ആ സമയത്ത് എന്നെ വിളിച്ചവരോട് ഞാൻ കുറച്ച് ദേഷ്യപ്പെട്ടു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ അവർ എന്നോട് പറഞ്ഞു, നോക്ക് നമ്മുടെ പാസ്റ്ററെ എന്ന്. കുറച്ച് സമയത്തിന് ശേഷം അവരെന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ശരി ഞങ്ങൾ നിങ്ങളുടെ വണ്ടിയുടെ പുറകിലത്തെ കാര്യം ചെയ്യാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അല്ല എനിക്ക് മുഴുവൻ വേണമെന്ന്. കുറച്ച് സമയത്തിന് ശേഷം ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് ലഭിക്കുവാനിടയായി. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്, സാഹചര്യങ്ങൾ വന്നപ്പോൾ ഒരു പുത്രന് വേണ്ടി അത് ടിക്ക് മാർക്കായിരുന്നു, ഇൻഷുറൻസ് മുഴുവൻ ഫ്രീ ആയിട്ട് കിട്ടി, മറ്റൊരാൾക്ക് കിട്ടിയില്ല. ഞാൻ മുഴുവൻ കൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ ഞാൻ ആ തിരിച്ചറിവ് വിട്ടുകളഞ്ഞില്ല. എന്ത് സംഭവിച്ചാലും എനിക്കറിയാം ഞാൻ ദൈവത്തിൻ്റെ പ്രിയപുത്രനാണ് എന്ന്. നിങ്ങൾക്കറിയാമോ, സാത്താൻ എല്ലാ രീതിയിലും പരിശ്രമിച്ചുകൊണ്ടിരിക്കും എങ്ങനെ നിങ്ങളെ ആ തിരിച്ചറിവിൽ നിന്നും വേർപെടുത്താൻ വേണ്ടി.
അത് അവൻ ആഗ്രഹിക്കും. നോക്ക്, ഈ പുത്രൻ ഇവിടെയുണ്ട്, അവൻ്റെ ചുറ്റുമുള്ളവർക്ക് എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കും. എന്തുകൊണ്ടെന്നാൽ ഇവന് വിശ്വാസം വരണം, ഇവൻ ദൈവത്തിൻ്റെ പ്രിയപുത്രനല്ല എന്ന്. പക്ഷേ അവൻ പരാജിതനാകും. ആ പുത്രൻ ഉണരുമ്പോൾ ഇത് നമ്മുടെ അനുഭവത്തിൽ നിന്നല്ല തിരിച്ചറിവെടുക്കുന്നത്. നമ്മൾക്ക് ഇത് തിരിച്ചറിവ് ലഭിച്ചത് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയാണ്. ഇതാണ് പുത്രൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിശ്രമത്തിൻ്റെ സ്ഥലം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തെങ്കിലും ചിന്തകൾ നിങ്ങളെ ആ സത്യത്തിൽ നിന്ന് മാറ്റുവാൻ അനുവദിക്കരുത്. മുന്നോട്ട് നമുക്ക് വായിക്കാം. അവൻ ഏത് വഴിയാണ് നിങ്ങളെ കാണിക്കുന്നത്? സത്യത്തിൻ്റെ വഴിയിൽ നിങ്ങളെ നടത്തും. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്. ഇത് നോക്കൂ, ഇതാണ് പുത്രത്വത്തിൻ്റെ യാഥാർത്ഥ്യം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങളോട് പറയുമെന്ന്. അതുകൊണ്ടത്ര അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങളോട് അറിയിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞത്. യേശു ക്രിസ്തു സത്യം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. പരിശുദ്ധാത്മാവും അതേ സത്യത്തെയാണ് നമ്മുടെ ഉള്ളിൽ പ്രകടമാക്കുന്നത്. അതാണ് സമൃദ്ധമായ കൃപയും നീതിയുടെ ഫലവും. എല്ലാ ആളുകളും അത് പ്രാപിക്കുന്നു. അത് ഗ്രഹിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ എല്ലാവർക്കും അത് ലഭിക്കുവാനിടയാകും. അത് ഗ്രഹിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആ കാര്യപ്രാപ്തി നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഇന്നത്തെ മുഖ്യ ടൈറ്റിൽ എന്ന് പറയുന്നത് CTS ആണ്. C എന്നാൽ കാസ്റ്റ് യുവർ കെയർ. നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിൽ അർപ്പിക്കുക. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ചിന്തകൾ അർപ്പിക്കേണ്ടത്? എന്തുകൊണ്ടെന്നാൽ അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി വിചാരപ്പെടുന്നു. ഇത് എത്ര സൗഭാഗ്യകരമായ കാര്യമാണ്. പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന്. എന്തുകൊണ്ടാണ് വിചാരപ്പെടേണ്ടാത്തത്? ലോകത്തിൽ അനേക ആളുകൾ അവർ ചിന്തിക്കുന്നു, ഭാരപ്പെടുന്നു, അവരുടെ ജീവിതത്തെക്കുറിച്ച് വിചാരപ്പെടുന്നു. നിങ്ങൾക്കറിയാമോ, ആദ്യത്തെ വീഴ്ച മനുഷ്യജാതിയിൽ വന്നത് ഇതായിരുന്നു. ആദം അവന് വേണ്ടി തന്നെ തന്നെത്താൻ ചെയ്യാൻ ആഗ്രഹിച്ചു. പിതാവ് മുന്നമേ അവന് വേണ്ടി എല്ലാം തിരഞ്ഞെടുത്ത് വെച്ചിരുന്നു. അവൻ പറയുകയാണ്, നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത് എന്ന്. ആദമിന് അത് വിശ്വസിക്കേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആദം അവന് വേണ്ടി ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ, ഈ ഫലം കാണാൻ നല്ലതാണ്, അത് പുറത്തുനിന്ന് നല്ലതായിരുന്നു, പക്ഷെ അത് അകത്തുനിന്ന് നല്ലതായിരുന്നു. സ്വർഗീയ പിതാവ് നിങ്ങൾക്ക് എന്തെങ്കിലും തന്നാൽ അത് പുറത്തുനിന്നും അകത്തുനിന്നും അത് സൗന്ദര്യമുള്ളതായിരിക്കും. ഇതേ കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ദീർഘക്ഷമയോടെ പഠിപ്പിക്കുന്നത്. എല്ലാ കാര്യങ്ങളും പിതാവ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത് അത് ഏറ്റവും അത്ഭുതകരമായതായിരിക്കും. അത് പിതാവിൻ്റെ സ്വഭാവമാണ് അവനിലുള്ളത്. നമ്മൾ സിയിൽ നിന്ന് കണ്ടു, നമ്മുടെ ചിന്തകൾ ക്രിസ്തുവിൽ അർപ്പിക്കുക. അവൻ നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ യു കെയിലായിരുന്നപ്പോൾ ആ സമയത്ത് എൻ്റെ മമ്മി എൻ്റെ കൂടെ ഇല്ലായിരുന്നു. എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരും ക്രിസ്തുവിലില്ലായിരുന്നു. പക്ഷേ ആ സ്ഥലത്ത് അവിടെയും ഞാൻ എൻ്റെ ജീവിതം എത്ര പിതൃത്വത്തിലായിരുന്നു എന്ന് എനിക്ക് കാണാൻ സാധിച്ചു. ഒരു സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ജോലി വേണമായിരുന്നു. അതിൽ 2 അവധി വേണം. എനിക്ക് അധികം ജോലി ചെയ്യേണ്ടാത്തതായിട്ടുള്ളത്. ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഒരു കോൾ സെൻറ്റർ. അവരെൻ്റെ പുറകെ ആയിരുന്നു ജോലിക്ക് വേണ്ടിയിട്ട്. അവരെൻ്റെ ഫോൺ മാറ്റിക്കൊണ്ടേയിരുന്നു. എനിക്ക് കോൾ വരാറേ ഇല്ലായിരുന്നു. പലപ്പോഴും 100 കോൾ ചെയ്യേണ്ടി വരും. പക്ഷേ എനിക്ക് 10 മാത്രമേ വരാറുണ്ടായിരുന്നുള്ളൂ. എനിക്ക് വെറുതെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന ആളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവരും ഇന്ന് ദൈവരാജ്യത്തിലാണ് ശുശ്രൂഷ ചെയ്യുകയാണ്, സൗത്ത് അമേരിക്കയിൽ. അവർ എൻ്റെ ബാപ്റ്റിസം വായിച്ചിട്ടുമുണ്ട്. ആ സമയത്ത് എൻ്റെ ചുറ്റും എനിക്ക് ഓർമ്മയുണ്ട്, ആ സമയത്താണ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോയത്. ആ സമയത്ത് എനിക്ക് ധനത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ആ ആവശ്യത്തെക്കുറിച്ചും ഞാൻ അധികം ചിന്തിക്കാറില്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് സ്കോളർഷിപ്പ് ലഭിക്കുകയാണ്, കുറച്ച് പൈസയുടെ. ആ സ്കോളർഷിപ്പ് ഞാൻ അപ്ലൈ പോലും ചെയ്യാത്തത്. അതെനിക്ക് ലഭിച്ച അടുത്ത ദിവസം ഞാൻ എനിക്ക് വേണ്ടി വളരെ നല്ലൊരു റെഡ് കളറിൻ്റെ ഒരു അതെനിക്ക് ലഭിച്ചപ്പോൾ അടുത്ത ദിവസം ഞാൻ എനിക്ക് വേണ്ടി വളരെ നല്ലൊരു ചുമല ഷൂസ് മേടിച്ചു. എൻ്റെ പ്രൊഫസറിനെ കണ്ടപ്പോൾ അവർ വളരെ ആശ്ചര്യപ്പെട്ടു. ബൂട്ട്സ്, നിങ്ങൾ ആ പൈസയ്ക്ക് ബൂട്ട്സ് മേടിച്ചോ? എനിക്കറിയാമായിരുന്നു അവരെന്താണ് ചിന്തിക്കുന്നതെന്ന്. ഇവരുടെ പിതാവ് ഇപ്പോഴാണ് പിതാവിൻ്റെ അടുത്തേക്ക് പോയത്, ഇവളിവിടെ ബൂട്ട്സ് മേടിക്കുന്നു. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാൻ, ആ സമയത്തും എൻ്റെ ഏറ്റവും വലിയ വിശ്രമം എന്ന് പറയുന്നത് ഇതായിരുന്നു. എനിക്ക് ഒരു സ്വർഗീയ പിതാവുണ്ട്, അവൻ എനിക്ക് വേണ്ടി എല്ലാം പൂർത്തീകരിക്കുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ആ സമയത്തും ഞാൻ ജീവൻ നൽകുന്ന ഒരു ആത്മാവായിരുന്നു. എന്തുകൊണ്ടെന്നാൽ എല്ലാ സമയത്തും ഞാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് ആ കാര്യങ്ങളെല്ലാം ഞാൻ ഓർമ്മിക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് നമ്മുടെ മുഴുവൻ ജീവിതവും ഒരു പൂർത്തീകരിക്കപ്പെട്ട കാര്യത്തിലായിരിക്കുന്നത് എന്ന്. ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ കസിനുമായി സിംഗപ്പൂരിൽ പോയി. അവൾക്ക് തോന്നി ആ മുഴുവൻ ട്രിപ്പും ഞാൻ പ്ലാൻ ചെയ്തതാണ് എന്ന്. പക്ഷേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ സിംഗപ്പൂരിൽ പോയി. ഞാൻ ആഗ്രഹിച്ചു 2-3 സ്ഥലത്ത് പോകാൻ വേണ്ടി. ഒരു പ്രാവശ്യം
പ്രാവശ്യം ഞങ്ങൾ ക്ഷീണിച്ച് ഒരു സമുദ്രത്തിനടുത്തിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കാണുകയാണ് അവിടെ ഒരു വാട്ടർ ഷോ 5 മിനിറ്റിനുള്ളിൽ അവിടെ തുടങ്ങുകയാണ്. ഞാൻ സെൻട്രൽ റോസൈഡ് ഐലൻഡിൽ പോകാൻ ആഗ്രഹിച്ചു. പക്ഷേ ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി. ഞങ്ങളൊരു സ്ഥലത്തെത്തി. അവിടെ കാണാൻ സാധിച്ചു അതൊരു ട്രെയിൻ സ്റ്റേഷനായിരുന്നു. അത് ആ സ്ഥലത്തേക്ക് പോകുന്നത്. എൻ്റെ കസിൻ എന്നോട് എന്നെ വളരെ പ്രശംസിച്ചു, എത്ര നല്ല ട്രിപ്പാണ് നീ പ്ലാൻ ചെയ്തത്. സത്യം ഇതായിരുന്നു, ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ എനിക്കറിയാം എല്ലാ എൻ്റെ കാൽവെപ്പുകളിലും എൻ്റെ പിതാവാണ് എന്നെ കൊണ്ടുപോകുന്നത്. എൻ്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ വിശ്രമം ഇതാണ്. ഞാനും നിങ്ങളും ഇപ്പോൾ നമ്മുടെ പിതാവിൻ്റെ വീട്ടിൽ തിരിച്ചു വന്നിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട, ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ആ വിശ്രമത്തിൻ്റെ സ്ഥലത്ത് നമുക്ക് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വിശ്രമം എന്ന് പറയുന്നത് അത് ആശ്രയവും വിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എത്രയധികം വിശ്വസിക്കുന്നുവോ നിങ്ങൾക്ക് സ്വർഗീയ പിതാവുണ്ട് എന്ന്, അത്രയധികം നിങ്ങൾ സമാധാനത്തോടെ ശാന്തമായിരിക്കാൻ ഉറപ്പുള്ളവരായിരിക്കാൻ പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങളുടെയും കൊടുങ്കാറ്റിൻ്റെ നടുവിൽ നിങ്ങൾക്ക് വിശ്രമത്തിലായിരിക്കാൻ നിങ്ങൾ പഠിക്കും. പിന്നെ നിങ്ങൾ കാണും എങ്ങനെയാണ് ആ സ്ഥലത്തും നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തടത്ത് പിതാവ് നിങ്ങൾക്ക് വേണ്ടി അങ്ങനെയുള്ള ഫലങ്ങൾ ഉത്ഭവിപ്പിക്കുന്നത്. മുന്നോട്ട് നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ടെത്ര വലിയത്. ആ കണ്ണെന്താണ്? അത് നമ്മുടെ അറിവാണ്, നമ്മുടെ ചിന്തയാണ്. ചൊവ്വ എന്നുള്ളതിൻ്റെ ഗ്രീക്ക് ഭാഷയിലെ അർത്ഥം, അതിൻ്റെ അർത്ഥം ഒന്ന് എന്നാണ്. അതിൻ്റെ അർത്ഥം സ്വർഗീയ പിതാവ് പറയുകയാണ്, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ അറിവും അത് ഒന്നാണ് എങ്കിൽ നിങ്ങളുടെ ശരീരം മുഴുവനും അതിന് വെളിച്ചമുള്ളതായിരിക്കും. നിങ്ങൾക്കറിയാം, ആ സാഹചര്യത്തിൽ നിങ്ങളുടെ ചിന്തയും ഒന്നാണ് എങ്കിൽ എൻ്റെ ജീവൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒഴുകും. നിങ്ങൾക്കറിയാമോ, ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ എത്ര വയസ്സായി എന്ന്, നിങ്ങൾ ഇനി കല്യാണം കഴിച്ച് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവും, ഈ കാര്യങ്ങൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം ഞാൻ പ്രസംഗിച്ചൊരു, നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവരല്ല എന്ന്. ഈ കാര്യങ്ങൾ ഞാൻ പ്രസംഗിക്കുന്നത് ഉത്സാഹിപ്പിക്കാനോ അല്ലെ നല്ല കാര്യങ്ങളായിട്ടല്ല പറയുന്നത്. ഇതെല്ലാം സത്യമാണ്. ഞാൻ ആ ആളെ അവിടെ നിർത്തി. എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു അവരെന്താണ് പറയുന്നതെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, ചിലപ്പോൾ മരണവും പാപത്തിൻ്റെയും നിയമം എൻ്റെ ശരീരത്തിലുണ്ടാകാം. അതിലും വലിയൊരു നിയമം, ജീവൻ്റെ നിയമം, അത് എൻ്റെ അകത്തുണ്ട്. നാളെ എൻ്റെ സന്തതികൾ ഉണ്ടാകുമ്പോൾ അവർ ആ ജീവനിലൂടെ ആയിരിക്കും ഉണ്ടാകുന്നത്, അതെൻ്റെ ശരീരത്തിൽ നിന്നായിരിക്കില്ല. അതിൽ നിന്നും എനിക്കിത് പറയാൻ സാധിക്കും. നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന്, ഞങ്ങൾ ചെയ്യുന്നുവെന്ന് നിങ്ങൾക്ക് സംസാരത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ 2 ചിന്തയുമായിട്ട് നടക്കുന്നവരാണോ അല്ലയോ എന്ന്. നിങ്ങൾ ഒരു മനസ്സോടെ ഒരേ ചിന്തയോടെ നിങ്ങളുടെ വീണ്ടും ജനനത്തെക്കുറിച്ചായിരിക്കുക. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാണ് എന്ന്. നമ്മുടെ അറിവ്, നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ ചിന്ത അതും ഒന്നാണെങ്കിൽ, നിങ്ങൾ അവിശ്വസിക്കുന്നില്ല, ഇരുമനസ്സായിരിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ മുഴുവൻ ശരീരവും വെളിച്ചമുള്ളതായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ഇരുമനസ്സുള്ളവർ സംശയിക്കുന്നവർ പിതാവിൽ നിന്നൊന്നും അവർക്ക് പ്രാപിക്കാൻ സാധിക്കില്ല. സത്യം ഇതാണ്, നിങ്ങൾ സ്വർഗീയ പിതാവിൻ്റെ പുത്രന്മാരാണ്. യേശു പറഞ്ഞു, ഞാൻ സത്യമാണ് എന്ന്. സത്യത്തിൻ്റെ അർത്ഥം ഇതാണ്, അത് യാഥാർത്ഥ്യമാണ്. അത് യാഥാർത്ഥ്യമാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം ചുറ്റുമുള്ളതെല്ലാം അതൊരു ഭ്രമമാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ വന്നത് അവനത് കാണിക്കാൻ വേണ്ടിയാണ് എന്താണ് സത്യമെന്ന്. അതുകൊണ്ട് പുത്രൻ്റെ ജീവൻ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുകയാണ്, നമ്മുടെ ദൃഷ്ടി കൊണ്ട് നമ്മൾ കാണുകയാണ്. അതിനനുസരിച്ചല്ല നമ്മൾ നടക്കുന്നത്. എത്രയധികം സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു, എത്ര അത്ഭുതകരമായിരുന്നു. എങ്ങനെയാണ് പിതാവ് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചത്. അവർക്ക് ആളെ തപ്പിക്കൊണ്ടിരുന്നവരെ ട്രെയിനിൽ അവരെ കിട്ടുകയാണ്. ഒരു പുത്രൻ്റെ ജീവൻ അതൊരു പൂർത്തീകരിക്കപ്പെട്ട കാര്യത്തിലാണ്. ഈ കാര്യത്തിൽ നമ്മൾ വിശ്രമിക്കാൻ നമുക്ക് സാധിക്കും. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ അവൻ കർത്തൃമേശയ്ക്ക് വേണ്ടി തയ്യാറെടുത്തപ്പോൾ, നിങ്ങൾ പോകുക, അവിടെ ഒരു ആളെ കാണും, അവരുടെ കയ്യിൽ ഒരു കുടമുണ്ടാകും, അവരോട് പറയണം, അവർ സ്ഥലം പറഞ്ഞു തരും. പിന്നെ നമുക്ക് കാണാൻ സാധിക്കും, വചനത്തിലും കാണുന്നു, ഞാനും നിങ്ങളും അവൻ്റെ കൈപ്പണിയായിട്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മുൻ നിയമിക്കപ്പെട്ടവരാണ് എന്ന്. യേശുവിൻ്റെ ജീവിതത്തിലെ പോലെ അതുപോലെയാണ് ഞാനും നിങ്ങളും പഠിക്കുന്നത്, വിശ്രമത്തിൽ നിലനിൽക്കാൻ. നമ്മൾ ഈ ലോകത്തിലുള്ളവരുമായി ആയിരിക്കുമ്പോൾ അവരാണ് 2 ചിന്തയുമായിട്ട് സഞ്ചരിക്കുന്നവർ. നിങ്ങൾ പുത്രനോട് കൂടെ എത്രയധികം സമയം ചെലവഴിക്കുന്നു, അത്രയധികം നിങ്ങൾ ഒരു ചിന്തയോടെ ഒരേ അറിവോടുകൂടെ നിങ്ങളുടെ തിരിച്ചറിവിലായിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ദൈവവും ധനവും 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. നിങ്ങൾക്കറിയാമോ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ളതിനെ സേവിക്കുന്നതെന്ന്? ചിന്തിച്ച് ഭാരപ്പെട്ടുകൊണ്ട്. ഒരു അനാഥനാണ് ഭാരപ്പെടുന്നത്. ഒരു പുത്രൻ ഒരിക്കലും ചിന്തിക്കാറില്ല.
പുത്രൻ അവൻ്റെ ജീവിതത്തിന് വേണ്ടിയല്ല ചിന്തിക്കുന്നത്, ഇത് എവിടെ നിന്ന് ലഭിക്കുമെന്ന് ചിന്തിക്കാറില്ല. സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു. ആരും അങ്ങനെ ഒരു പ്ലാൻ ചെയ്തില്ലായിരുന്നു. പുത്രൻ്റെ ജീവൻ അത് ആത്മാവിനാലാണ് നിയന്ത്രിക്കപ്പെടുന്നത്. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ സാക്ഷ്യത്തിൽ കേട്ടതുപോലെ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് അവർക്ക് ആ എല്ലാ സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോയത്, അവിടെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നിടത്ത്. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് എൻ്റെ കൂട്ടുകാരി കണ്ണാടി കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. എൻ്റെ മമ്മി പ്രാർത്ഥിച്ചു, നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ യേശുവിൻ്റെ കണ്ണുമായിട്ടായിരിക്കും നോക്കുന്നതെന്ന്, നിങ്ങൾക്കത് ലഭിക്കാനിടയാകുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ പറയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, മുകളിൽ പോകുക, അവിടെ നോക്കൂ, അവിടെ അത് ലഭിക്കാൻ പോവുകയാണ്, അവിടെ ലഭിക്കുമെന്ന് പറഞ്ഞു. അവിടെ തന്നെ ആ കണ്ണാടി ലഭിക്കുവാനിടയായി. ഇത് എത്ര അത്ഭുതകരമായ സാക്ഷ്യമാണ്, എൻ്റെ മമ്മിയുടെ സാക്ഷ്യമാണിത്. എങ്ങനെ നമ്മൾ വചനത്തിൽ വായിച്ചു, ആർക്കും 2 യജമാനന്മാരെ സേവിക്കാൻ സാധിക്കുകയില്ല, മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തന്നെ നീളത്തോട് 1 മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നതും എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നുവെന്ന് നിരൂപിപ്പൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയ്ക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം. ആകയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്തൊടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. ആ സമയത്ത് ജാതികൾ യഹൂദരല്ലാത്തവരായിരുന്നു. ഇന്നത്തെ കാലത്ത് ജാതികൾ യേശുവിൽ അല്ലാത്തവരാണ്. വചനം പറയുകയാണ്, അവരാണ് ഇതൊക്കെ അന്വേഷിക്കുക. അവർ വിചാരപ്പെട്ടത്. ഇന്ന് ഞാനും നിങ്ങൾ യേശുവിൽ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പിതാവിൻ്റെ ഭവനത്തിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, ജാതികളാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നുവല്ലോ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. അതിനർത്ഥം അവൻ്റെ യോഗ്യതയാണ് പിതാവ്, അതിനനുസരിച്ചാണ് പിതാവ് നിങ്ങളെ യോഗ്യരാക്കിയത്. ഈ വസ്തുക്കളെല്ലാം നിങ്ങൾക്കതെല്ലാം ലഭിക്കുവാനിടയാകും. ഇന്ന് നമ്മൾ സാക്ഷ്യവും കേട്ടു. ഒരാൾക്കറിയാമായിരുന്നു അവർ പുത്രനാണ് എന്ന്, മറ്റൊരാൾക്കും അറിയാമായിരുന്നു ഞാനും പുത്രനാണ് എന്ന്. അവർ ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നോ ഇല്ലയോ, നിങ്ങൾ മരുന്ന് കഴിക്കുന്നോ ഇല്ലയോ, നിങ്ങൾ പുത്രനാണ്, ഒരു വ്യത്യാസവുമില്ല. പുറത്തെ സാഹചര്യങ്ങൾ, എൻ്റെയും നിങ്ങളുടെയും തിരിച്ചറിവ് വചനത്തിലൂടെയാണ് വരുന്നത്. നിങ്ങൾ പിതാവുമായി അധികം സമയം ചെലവഴിക്കുമ്പോൾ എത്രയധികം നിങ്ങൾ പരിപൂർണരാകുന്നു, അപ്പോൾ ഒരു സമയം വരും നിങ്ങൾക്ക് മനസ്സിലാകും മരുന്നുകളുടെയും ആവശ്യം നിങ്ങൾക്കില്ല എന്ന്, സ്വർഗീയ ആരോഗ്യം നിങ്ങളുടെ അകത്തുണ്ട് എന്ന്. ഇന്ന് നിങ്ങൾ എന്നെ ഫോൺ വിളിച്ച് ചോദിക്കുകയാണ്, ഞാൻ മരുന്ന് കഴിക്കണോ വേണ്ടയോ എന്ന്. അതിൻ്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ ഇതുവരെ ആ സ്ഥലത്ത് എത്തിയിട്ടില്ല, നിങ്ങൾക്കത് കഴിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതം പരിശുദ്ധാത്മാവിനാൽ മാത്രം നിയന്ത്രിക്കപ്പെടുന്നതാവണം. ഒരു സമയം ഉണ്ടായിരുന്നു ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. ഒരു സമയം വന്നപ്പോൾ ഞാൻ ആ മരുന്നുകളെല്ലാം ഉപേക്ഷിക്കുവാനിടയായി. എനിക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അത് എൻ്റെയും പിതാവിൻ്റെ ഇടയിലുള്ള ബന്ധമാണ്. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ആരുടെ നീതിയാണ്? അവൻ്റെ നീതി അന്വേഷിക്കണം. അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നിങ്ങൾക്കറിയാമോ, പലപ്പോഴും ഇത് ഉത്തരവാദിത്തമില്ലായ്കയായിട്ട് തോന്നും വിചാരപ്പെടാത്തത്. നമ്മൾക്ക് തോന്നും ഉത്തരവാദിത്തം എന്ന് പറയുന്ന വിചാരപ്പെടുന്നതിലൂടെ ലഭിക്കുന്നതാണ്. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഒരു പ്രസംഗം കേൾക്കണം, ഒരു പുത്രൻ ആത്മാവിനാലും സത്യത്തിലും സ്നേഹിക്കുന്നുവെന്ന്. നിങ്ങൾ സത്യത്തിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ഭാരപ്പെടത്തില്ല. മറ്റുള്ളവരെ ഓർത്ത് വിചാരപ്പെടുന്നത് അത് അവർ അനാഥരാണെന്ന് തോന്നുന്നതിലൂടെ വരുന്നതാണ്. നിങ്ങൾക്ക് എത്രയധികം അറിവുണ്ടോ നിങ്ങളുടേതെല്ലാം പിതാവിൻ്റെതാണ് എന്നുള്ളത് അറിയുമ്പോൾ നിങ്ങൾ അത്രയും ഭാരപ്പെടുന്നത് അവസാനിപ്പിക്കും. നിങ്ങൾക്കപ്പോൾ മനസ്സിലാകും നിങ്ങളുടെ അവകാശങ്ങളെല്ലാം പിതാവിൽ നിന്നാണ് വരുന്നത്. എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതെല്ലാം അത് പിതാവിൻ്റെതാണ്. ഞാനും നിങ്ങളും എനിക്കും നിങ്ങൾക്ക് വിശ്രമത്തിലായിരിക്കാൻ സാധിക്കും. പിതാവ് എന്തുകൊണ്ടെന്നാൽ പിതാവ് നമ്മൾക്ക് വേണ്ടി കരുതുന്നു. മുന്നോട്ട് നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ അതിൻ്റെ 10-ാം അധ്യായം 3-ാം വാക്യം നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയുമിരിക്കുന്നു.
ഈ വചനം മുന്നമേ നമ്മൾ വായിച്ചിട്ടുണ്ട്, പക്ഷേ അധികമായിട്ട് നമ്മൾക്കിത് ധ്യാനിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. സ്വർഗീയ പിതാവ് പറയുകയാണ്, നിങ്ങൾ സഞ്ചരിക്കുന്നു, നിങ്ങളുടെ മുന്നിൽ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ കാണുന്നു, പക്ഷേ നമ്മൾ അതുമായിട്ട് യുദ്ധം ചെയ്യുന്നില്ല. ലോകപ്രകാരമായിട്ട് മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ, നമ്മൾക്ക് ആയുധങ്ങളുണ്ട്, അത് ജഡീകങ്ങളല്ല. അതിൻ്റെ അർത്ഥം അത് തൊടാൻ വേണ്ടി നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ പിടിക്കുന്നത് പോലെയുള്ളതല്ല. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, അത് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അതിൻ്റെ അർത്ഥം ആ എല്ലാ ഉയർന്നിരിക്കുന്ന മലകൾ, അതിനെയെല്ലാം ഇടിച്ചു കളയാൻ വേണ്ടി അതിന് ശക്തിയുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ വലിയ ബിൽഡിങ്ങുകൾ? അതിനെ നിങ്ങൾക്ക് വീഴ്ച കളയണമെങ്കിൽ ഒരു വലിയ മെഷീൻ വരും, അതിൻ്റെ പുറകിൽ ഒരു വലിയ ഇരുമ്പിൻ്റെ ഒരു സാധനം ഉണ്ടാകും. അത് എത്ര വലിയ കെട്ടിടങ്ങളാണെങ്കിലും എത്ര ശക്തിയുള്ളതാണെങ്കിലും അതിലൂടെ അത് ആ എല്ലാ കെട്ടിടങ്ങളെയും അത് ഇടിച്ച് കളയുവാനിടയാകും. നമ്മൾ വചനത്തിൽ വായിച്ചതുപോലെ നമ്മുടെ ആയുധങ്ങൾ അത് ജഡികങ്ങളല്ല, അത് അദൃശ്യ രൂപത്തിലാണ്, അത് ആത്മീയ രൂപത്തിലാണ്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ഈ കോട്ടകളെ കുറിച്ച് പറയുന്നത് എന്താണ്? എബ്രായ ഭാഷയിൽ ഇതിന് വേറൊരു അർത്ഥവും കൂടിയുണ്ട്. അത് കോട്ട എന്നാണ്. കോട്ട അതെങ്ങനെയാണ് തുടക്കത്തിൽ ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ്? അതൊരു കല്ലിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഒരു കല്ല് വെച്ചു, അതിന് മുകളിൽ അടുത്ത കല്ല് വെച്ചു, മൂന്നാമത്തെ കല്ല് വെച്ചു, അങ്ങനെ പതിയെ പതിയെ അതൊരു വലിയ കെട്ടിടമായി, വലിയൊരു കോട്ടയായി മാറുകയാണ്. നിങ്ങൾക്കറിയാമോ, ഒരു വ്യാജം, ഒരു നുണ, അതിന് മുകളിൽ അതിൽ വിശ്വസിക്കുന്നു, അതിൻ്റെ മുകളിൽ അടുത്തത്, അതിൻ്റെ മുകളിൽ അടുത്തത്, അതൊരു കോട്ടയായി മാറുകയാണ്. പിന്നെ അങ്ങനെ ചില പുത്രന്മാരുണ്ട്, എനിക്ക് എഴുതാറുണ്ട്, അവർ ചിന്തിക്കുന്നു സ്വർഗീയ പിതാവ് അവരെ സ്നേഹിക്കുന്നേ ഇല്ല എന്ന്. അതിൻ്റെ കാരണം, അവർ ഇതിൽ വിശ്വസിക്കാനുള്ളതിൻ്റെ കാരണം ഇതാണ്, അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായതാണ്. ഞാൻ അവരുടെ ജീവിതത്തിൽ കണ്ടു, പിന്നെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ വീണ്ടും ഒരു വഷളകരമായ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ ആദ്യം വ്യാജത്തിൽ വിശ്വസിച്ചു സ്വർഗീയ പിതാവ് അവരെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത്. നിങ്ങൾക്കറിയാമോ, ഞാനും നിങ്ങളും സത്യത്തിൽ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട്? അതാണ് സത്യം. ഞാൻ അവൻ്റെ പ്രിയപുത്രനാണ്, ഇതാണ് സത്യം. എല്ലാ അനുഭവങ്ങളും വരുന്നത് ആ സത്യത്തെ പുറത്തു കളയാനായിരിക്കും. ആ സമയത്ത് ഞാനും നിങ്ങളും ഉറച്ചു നിൽക്കണം വചനത്തിൽ. അങ്ങനെയുള്ള എല്ലാ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്ന് തിരിച്ചറിവ് എടുക്കാതിരിക്കുക. നിങ്ങളുടെ തിരിച്ചറിവ് അവൻ്റെ രക്തത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. ഞാൻ അവൻ്റെ പ്രിയ പുത്രനാണ്. പിന്നെ നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ അത്ഭുതകരമായി അത് മുന്നോട്ട് പോകുന്നത് കാണാൻ സാധിക്കും. പക്ഷെ ആദ്യം ആ അനുഭവത്തോട് പറയാൻ അനുവദിച്ചില്ല നിങ്ങൾ ആരാണ് എന്ന്. ഇതാണ് വ്യാജത്തിൻ്റെ കോട്ട. ഇതിനെ പുറത്ത് കളയാൻ എനിക്ക് ആദ്യം ആ വ്യാജത്തെ, നുണയെ അവിടെ നിന്ന് കളയണം. നിങ്ങൾ വ്യാജത്തിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്കറിയാമോ, അവരുടെ ജീവിതത്തിൽ നല്ലത് നടന്നാലും അവരിതായിരിക്കും വിശ്വസിക്കുന്നത്, സ്വർഗീയ പിതാവ് എന്നെ സ്നേഹിക്കുന്നില്ല. ഏറ്റവും ആദ്യം തുടക്കത്തിൽ തന്നെ അവർ വ്യാജത്തിൽ വിശ്വസിക്കുവാനിടയായി. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണ് സ്വർഗീയ പിതാവ് എന്നെ അവൻ്റെ പ്രിയ പുത്രൻ എന്ന് പറഞ്ഞുവെന്ന്. അത് നിങ്ങൾ വിശ്വസിക്കുക. എന്തുകൊണ്ടെന്നാൽ അത് പിതാവ് പറഞ്ഞതാണ്. ഇന്ന് സാഹചര്യങ്ങൾ നല്ലതോ ചീത്തയോ എന്നുള്ളതിലല്ല, അത് എന്തുകൊണ്ടാണ്? അത് സത്യമായതുകൊണ്ടാണ്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, നമ്മുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങൾ എല്ലാ ഉയർച്ചകളെയും, നിങ്ങൾക്കറിയാമോ, സങ്കല്പങ്ങളും ഉയർച്ചകളും എവിടെയാണ് വരുന്നത്? അത് ഏറ്റവും ആദ്യം നമ്മുടെ പ്രാണനിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തകളിലാണ് അത് വരുന്നത്. നിങ്ങൾക്കറിയാമോ, പലപ്പോഴും നമ്മുടെ മനസ്സിൽ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. ഞാൻ എൻ്റെ സഹോദരിയോട് സംസാരിക്കുകയായിരുന്നു. ഞാൻ അവളോട് പറയാൻ തുടങ്ങി, ഞാൻ ഒരാൾക്ക് മെസ്സേജ് അയച്ചു, അവരെന്നെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നുണ്ടാകുമോ, നല്ലത് ചിന്തിക്കുന്നുണ്ടാകുമോ, അല്ല തെറ്റായിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഞാൻ CTSനെ കുറിച്ച് പ്രസംഗിക്കുകയാണ്. ഞാൻ ഇങ്ങനെയുള്ള സങ്കല്പങ്ങളെ ഞാൻ എന്തുകൊണ്ടാണ് അനുവദിക്കുന്നത്? എന്തുകൊണ്ടാണ്? നിങ്ങൾ കാണുന്നു, എല്ലാ സങ്കല്പങ്ങളും നമ്മളെ ക്രിസ്തുവിനോടുള്ള തിരിച്ചറിവിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ ശ്രമിക്കും. ഞാൻ ബൈബിൾ സ്റ്റഡിയിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ റിപ്പോർട്ട് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഒരു വ്യത്യാസവുമില്ല. അതെന്ത് തന്നെയാണെങ്കിലും രോഗം, അത് സത്യം ഇതാണ്, അത് നിങ്ങളുടെ അവകാശമല്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഈ ശരീരത്തിൽ നിന്നോ റിപ്പോർട്ടിൽ നിന്നോ അല്ല വരുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവൻ വരുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ഈ ലോകത്തിലുള്ള മനുഷ്യർ അവർ വിചാരപ്പെടുന്നു അവർക്കൊരു രോഗത്തിൽ ലക്ഷണം അവരുടെ അടുത്തേക്ക് വന്നാൽ, ഞാൻ പറഞ്ഞതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവൻ വരുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. നമ്മൾ ഈ സത്യത്തിൽ വിശ്വസിക്കുമ്പോൾ, അപ്പോൾ എഴുതിയിരിക്കുന്നത് പോലെ ഈ സത്യം നമ്മളെ സ്വതന്ത്രരാക്കുവാനിടയായിത്തീരും.
അതുകൊണ്ട് ഇന്ന് സാഹചര്യങ്ങൾ എങ്ങനെ നിങ്ങൾ കാണുന്നുവോ, ലോകം നിങ്ങൾക്ക് എന്ത് തിരിച്ചറിവ് തരാൻ ആഗ്രഹിക്കുന്നുവോ, പക്ഷെ നിങ്ങളൊരു കാര്യം അറിയുക, നിങ്ങളുടെ അവകാശം അതിൽ മരണമില്ല, അതിൽ ജീവനും സമൃദ്ധിയായ ജീവനും എൻ്റെയും നിങ്ങളുടെയും അവകാശമാണ്. അതുകൊണ്ട് നമ്മൾ ഈ സത്യത്തിൽ ഉണരുകയാണ്. ഞാനും നിങ്ങളും വിശ്രമിക്കാൻ പഠിക്കുകയാണ്. നമ്മളുടെ ജീവൻ അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയോ നമ്മുടെ ശരീരം നമ്മളെ കാണിക്കുന്നതിലൂടെയോ അല്ല, അത് പരിശുദ്ധാത്മാവിലൂടെയാണ് ആ ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. നമ്മൾ ആ സത്യത്തിൽ വിശ്വസിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ നന്മകളെ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും. മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളെ ചെടികൾ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തി ആകയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ച. എവിടെയാണ് ആ ഉയർച്ച വരുന്നത്? നമ്മുടെ മനസ്സിൽ. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ്, ഇവിടെ എഴുതിയിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി. ഹീബ്രുവിൽ ഒരു അർത്ഥം കൂടെയുണ്ട്, ദൈവത്തിന്റെ ചിന്തയ്ക്ക് അറിവിന് വിരോധമായിട്ട് ഉയരുന്നതിനെ നമ്മൾ ഇടിച്ചു കളയുക. അതിന്റെ അർത്ഥം നമ്മൾ വചനത്തിലൂടെ സത്യം നമ്മൾ കേൾക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നിങ്ങളോട് ഇത് പറയാനായിരിക്കും, ഈ വചനം സത്യമല്ല എന്നായിരിക്കും. ഗീതു സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ ചിന്തകൾ, സങ്കല്പങ്ങൾ വരുന്നുണ്ടായിരുന്നു. ഇതുകൊണ്ടെന്നുള്ള അനേക ആളുകൾ പറയാറുണ്ട്, അങ്ങനെയുള്ള സങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കണം, അങ്ങനെ ഒരു ചിന്തകളോ സങ്കല്പങ്ങളോ വരാത്തത്, വിചാരങ്ങൾ വരാത്തത്? നമ്മൾക്ക് അപ്പോൾ വേറൊരു മേഖലയിൽ പോകേണ്ടതായിട്ടുണ്ട്, സ്വർഗത്തിൽ. ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഇതൊക്കെ വരും. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പുത്രനല്ല എങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള വിചാരങ്ങളുടെ അടിമയായി അവിടേക്ക് അത് നമ്മളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നിടത്തേക്ക് നമ്മൾ പോകും. ഇതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ വേദനയും നിരാശയും ദുഃഖവും വരും. ഇങ്ങനെയുള്ള ഒരു പ്രയോജനവുമില്ലാത്ത ചിന്തകൾ ഉത്ഭവിക്കും. നമ്മൾ അതിൻ്റെ അടിമകളായിത്തീരും. പക്ഷെ ബൈബിൾ പറയുകയാണ്, പുത്രൻ അങ്ങനെയുള്ള സങ്കല്പങ്ങളെ ഇടിച്ചു കളയുന്നുവെന്ന്. വിചാരങ്ങളും ഉയർച്ചകളും നമ്മുടെ മനസ്സിൽ വരുന്നത് അതിൻ്റെ ദാസന്മാരല്ല നമ്മൾ അതിനെ സേവിക്കാനുള്ളവരല്ല. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനെ പിടിച്ചടക്കി. അതിൻ്റെ അർത്ഥം ഇതാണ്, ഞാനും നിങ്ങളും അതിനെ നിയന്ത്രിക്കുകയാണ്. നമ്മുടെ വിചാരങ്ങളെ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ മനസ്സിൽ വരുന്നതിനെ, ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കണം. എത്ര അത്ഭുതകരമായ വാഗ്ദത്തമാണ് നമുക്ക് വേണ്ടി ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം, വിചാരങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, ആ എല്ലാ സങ്കല്പങ്ങളും അത് തന്നെത്താൻ ഉയർത്തി കാണിക്കുന്നത്. ആ ഭാവനകൾ, ആ വിചാരങ്ങളെ നമ്മൾ പിടിച്ചടക്കി നമ്മളതിനെ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിലാക്കണം. ക്രിസ്തു ഇപ്പോൾ എവിടെയാണ്? അതിപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലാണ് ജീവിക്കുന്നത്. ആ വിചാരങ്ങളെ നമ്മൾ പിടിച്ചടക്കി നമ്മുടെ കാൽ കീഴിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ഇതെന്റെ തിരിച്ചറിവല്ല. ഇന്ന് നമ്മൾ സാക്ഷ്യത്തിൽ കേട്ടു എങ്ങനെയാണ് പുത്രന്മാർ സാഹചര്യങ്ങളിൽ നിന്ന് തിരിച്ചറിവെടുക്കാതിരുന്നത്. പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവരുടെ മുമ്പിൽ മുട്ടുമടക്കുവാനിടയായി. നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് എന്ന്? ഞാനും നിങ്ങളും ഒരു പിതൃത്വത്തിലാണ് സഞ്ചരിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം പൂർത്തീകരിക്കപ്പെട്ട ഒരു കാര്യത്തിലാണ് പിതാവ് ആക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഈ കാര്യം പറഞ്ഞു, ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. ഉറച്ചു നിൽപ്പിൻ, അറിയുക ഞാൻ തന്നെ ദൈവമാകുന്നു. ഉറച്ചു നിൽപ്പിൻ, അറിയുക ഞാൻ തന്നെ ദൈവമാകുന്നു. ഞാൻ നിങ്ങൾ പുത്രനാകുന്നു. ദൈവം സ്വർഗീയ ജാതി. അതുകൊണ്ട് ദൈവം ഇതിൻ്റെ ഒന്നും പുറകെ ഓടുന്നില്ല. അവർ വിശ്രമിക്കുകയാണ്. അവർക്കറിയാം അതിനെ കഴിഞ്ഞും വലുതായിട്ടൊന്നും, അവരെ കഴിഞ്ഞും വലുതായി ഒന്നുമില്ല എന്ന്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വിശ്രമത്തിലായിരിക്കാൻ പഠിക്കുന്നു. നമ്മൾ വിശ്രമത്തിന്റെ സ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ പിതാവിന്റെ വലത് ഭാഗത്ത് ക്രിസ്തുവിൽ പിതാവ് നമ്മുടെ എല്ലാ ശത്രുക്കളെയും നമ്മുടെ കാൽ കീഴിലാക്കി തരും. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന് പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോട് അനുസരണത്തിനായി പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ. അതിന്റെ അർത്ഥം, പിതാവ് വെയിറ്റ് ചെയ്യുകയായിരുന്നു എപ്പോൾ നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കുമെന്നും ആ കൽപ്പന അനുസരിക്കുമെന്നും. അതിലൂടെ ആ കൽപ്പനകൾ തെറ്റിച്ചു കളഞ്ഞത് ചുറ്റുമുള്ള ആത്മാവ് അത് നിങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കുവാനിടയാകും. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് എല്ലാവരും സംസാരിക്കുകയാണ്, നമ്മളെ ഉത്സാഹിപ്പിക്കുകയാണ്. എൻ്റെ വിശ്വാസം ഇതാണ്, നിങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നു എന്ന് കരുതുന്നു. ഞാനും നിങ്ങളും എന്തുകൊണ്ടെന്നാൽ ജീവിക്കുന്നു. സീരിയസ്. ഞാൻ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാ പുത്രനും ഇത് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മൈക്കിളുമായിട്ട് ഒരു പ്രാവശ്യം ഇരുന്നപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു. അദ്ദേഹം എന്നോടൊരു ചോദ്യം ചോദിച്ചു, നീ നിന്റെ മനസ്സിനെ ഇങ്ങനെ വെറുതെ വിചാരങ്ങളുടെ പുറകെ, ചിന്തകളുടെ പുറകെ പോകാൻ അനുവദിക്കുന്നു? അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല. ഒരു പുത്രന്റെ സ്വഭാവം അങ്ങനെയല്ല. അവരുടെ സങ്കല്പങ്ങളെ, വിചാരങ്ങളുടെയും പുറകെ പോകാറില്ല.
അങ്ങനെയുള്ള എല്ലാ ഭാവനകളെയും വിചാരങ്ങളെയും പിടിച്ചടക്കി ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുകയാണ്. പിന്നെ ഞാൻ പഠിച്ചു അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് കാണുവാൻ സാധിച്ചു, നമ്മുടെ വർഷിപ്പ് ടീമിലും ഋഷി, നിങ്ങൾക്കറിയാമോ, ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് അവന് തീരുമാനമെടുക്കുകയാണ്, ഞാൻ ആരാധനയിൽ ഡ്രം അടിക്കുമെന്ന്. അവന് ഡ്രം അടിക്കാൻ അറിയില്ലായിരുന്നു, പക്ഷേ ഡ്രം തൻ്റെ കൂടെ കൊണ്ടുവരുവാനിടയായി. നമ്മൾ കാണുവാനിടയായി എങ്ങനെ അത്ഭുതകരമായിട്ടാണ് അവൻ തുടങ്ങിയതെന്ന്. രത്നയും നമ്മളോട് കൂടെ കൂടിയപ്പോൾ ആരാധനയിൽ കീബോർഡ് വായിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ എങ്ങനെയാണ് അവിടെ ഇവിടെയും ആയിരുന്നു. ഇന്ന് ഞാൻ ഇവരെ കേൾക്കുമ്പോൾ ഞാൻ കാണാറുണ്ട് എങ്ങനെയാണ് ഇവർ ഹൃദയം വെച്ചതിലൂടെ മാത്രം ആരാധിക്കാൻ വേണ്ടി. ഇന്ന് ഞാൻ കാണുകയാണ് എത്ര അത്ഭുതകരമായിട്ടാണ് അവർ ആരാധിപ്പിക്കുമ്പോൾ. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇതാണ്, ഇവരെങ്ങനെയാണ് അവർ പ്രാക്ടീസ് ചെയ്തു വീണ്ടും വീണ്ടും. ഇന്ന് ഞാൻ കാണുകയാണ് അതിൻ്റെ ഫലത്തെ. ആദ്യം നമ്മുടെ സങ്കല്പങ്ങളെ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനെ പിടിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും. എന്തുകൊണ്ടെന്ന് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ അഭ്യാസം ചെയ്യുന്നത്. നിങ്ങളിത് വ്യായാമം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങൾ അധികം ശക്തിയുള്ളവരായിത്തീരും. നമ്മൾ കാണുന്നു, നിങ്ങൾ ജിം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തുടക്കത്തിൽ നമ്മൾ വെയിറ്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ മസിലുകൾക്ക് വേദനയുണ്ടാകും. പക്ഷേ നിങ്ങളുടെ ട്രെയിനർ പറയും നിങ്ങൾക്കിത് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ വേദനയ്ക്ക് ശേഷമാണ് മസിലുകൾ ഉണ്ടാകുന്നത്. എനിക്ക് കാണുവാൻ സാധിച്ചു, ഞാനും ജിമ്മിൽ പോയപ്പോൾ തുടക്കത്തിൽ എൻ്റെ മസിലുകളിൽ വേദനയുണ്ടായിരുന്നു. പക്ഷേ പതിയെ പതിയെ ഞാൻ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ വ്യായാമം പതിയെ പതിയെ ആ വേദനയെല്ലാം മാറുവാനിടയായി. പിന്നെ എൻ്റെ മസിലുകൾ ആ സ്ഥലത്ത് ട്രെയിൻഡായി തീർന്നു. അങ്ങനെയാണ് ആത്മീയ മേഖലയിലും. ആദ്യമായിട്ട് നിങ്ങൾ അങ്ങനെയുള്ള വിചാരങ്ങളെ പിടിച്ചടക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ പതിയെ പതിയെ നിങ്ങൾ അത് വ്യായാമം ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ കാരണം നിങ്ങളോട് പറയാൻ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതാണ്, ഞാൻ ഒരു സമയത്ത് എൻ്റെ ഭാവനകളുടെയും സങ്കല്പനകളുടെയും ദാസനായിരുന്നു. അങ്ങനെയുള്ള എല്ലാ ഉയർച്ചകളുടെയും ആ സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ കരയാൻ തുടങ്ങുമായിരുന്നു. ഞാൻ വിചാരങ്ങളിൽ അകപ്പെട്ടു പോകുമായിരുന്നു. പക്ഷെ ഞാൻ തിരഞ്ഞെടുത്തു, ഞാൻ ഈ വിചാരങ്ങളുടെ ദാസത്വത്തിലാകുകയില്ല. ഞാൻ അങ്ങനെയുള്ള എല്ലാ ഉയർച്ചകളെയും വിചാരങ്ങളെയും പിടിച്ചടക്കി ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. ഇന്ന് ഞാൻ കാണാൻ സാധിക്കും, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ തുടക്കം പലപ്പോഴും ഇങ്ങനെയുള്ള ചിന്തകൾ വരാൻ ശ്രമിക്കും. പക്ഷെ ഞാൻ അതിനെല്ലാം ഇടിച്ചു കളയും, ക്രിസ്തുവിനോടുള്ള അനുസരണത്തിലേക്ക് കൊണ്ടുവരും. പലപ്പോഴും ഞാൻ ആരുടെയെങ്കിലും കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് അങ്ങനെയുള്ള പല ചിന്തകളും വരുമ്പോൾ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ഞാൻ ഏതെങ്കിലും വേറൊരു സ്ഥലത്ത് പോയി ഞാൻ ചിലപ്പോൾ കോഫി കുടിക്കാൻ പോകും, അല്ലെങ്കിൽ ഞാനൊരു നടക്കാൻ പോകും. പക്ഷെ ഞാൻ ആ സ്ഥലത്ത് പിന്നെ എന്നെ തന്നെ അവിടെ ഇരിക്കാൻ അനുവദിക്കുകയില്ല. ഞാൻ അങ്ങനെയുള്ള എല്ലാ വിചാരങ്ങളെയും ചിന്തകളെയും പിടിച്ചടക്കും, ഇടിച്ചു കളയും. എൻ്റെ തിരിച്ചറിവിന് വിരോധമായി വരുന്നത്, എൻ്റെ ജീവിതം യേശുക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. എല്ലാ വാഗ്ദത്തങ്ങളും ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എനിക്ക് വേണ്ടി ആമേനിലാണ്. പക്ഷേ ആ വാഗ്ദത്തങ്ങളെല്ലാം ആമേനിൽ എവിടെയാണ്? അത് യേശുക്രിസ്തുവിലാണ്. ഞാനും നിങ്ങളും എവിടെയാണ്? ഞാനും നിങ്ങളും യേശുക്രിസ്തുവിലാണ്. എൻ്റെയും നിങ്ങളുടെയും മുഴുവൻ ജീവിതവും രക്തത്തിൽ മറിഞ്ഞിരിക്കുകയാണ്. ആ അവകാശങ്ങളും നമുക്ക് രക്തത്തിലൂടെയാണ് ലഭിക്കുന്നത്. അത് ഞാനും എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തി കൊണ്ടല്ല. അതുകൊണ്ട് നമുക്ക് വിശ്രമിക്കാൻ സാധിക്കും. തുടക്കത്തിൽ ഇത് ബുദ്ധിമുട്ടായിരുന്നു. നമ്മളിത് വ്യായാമം ചെയ്തതിലൂടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നെ തന്നെ ഞാൻ കാണുന്നു. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് വേണ്ടി ഇത് അത്ര പ്രശ്നമുള്ള കാര്യമല്ല. പിതാവ് നിങ്ങളെ വീണ്ടും അധികം ഒരു പരിപൂർണ സ്ഥലത്തേക്ക് നിങ്ങളെ കാണുകയാണ്. അതുകൊണ്ട് വചനത്തെ നമ്മൾ വായിക്കുന്നു, നമ്മൾ അങ്ങനെയുള്ള എല്ലാ ഉയർച്ചകളെയും പിടിച്ചടക്കി ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുകയാണ്. ഇതിൻ്റെ ലളിതമായിട്ട് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്, എല്ലാ ചിന്തകളും ഉയർച്ചകൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നിങ്ങളെ ഇത് കാണിക്കാനായിരിക്കും. പ്രശ്നങ്ങൾ അത് നിങ്ങളെക്കഴിഞ്ഞ് വലുതാണ് എന്ന്. ആ സമയമാണ് നിങ്ങൾ ആ പ്രശ്നങ്ങളെ, ആ ചിന്തകളെ നിങ്ങൾക്ക് തിരിച്ചറിവ് തരാൻ അനുവദിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ് അതെൻ്റെ കാലിൻ്റെ കീഴിലാണ് എന്ന്. അപ്പോൾ നിങ്ങൾ അതിനെ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി അവൻ്റെ അനുസരണത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ ഉണരുകയാണ് ആ തിരിച്ചറിവിൽ, നിങ്ങൾ അവൻ്റെ പ്രിയപുത്രനാണ് എന്നുള്ളതിൽ. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ എല്ലാ ചിന്തകളെയും വിചാരങ്ങളെയും ക്രിസ്തുവിൽ അർപ്പിക്കുക. ഒരു പ്രയോജനവുമില്ലാത്ത, ക്രിസ്തുവിൽ നിന്നല്ലാത്തത് ഗ്രഹിക്കാതിരിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ വിചാരപ്പെടാത്തത്? സ്വർഗീയ പിതാവ് നമ്മൾക്ക് വേണ്ടി വിചാരപ്പെടുന്നു. അതുകൊണ്ട് ഇത് ഒരാവശ്യമുള്ള കാര്യമല്ല എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഭാരപ്പെടേണ്ടത്. മുന്നോട്ട് വായിക്കാം. വെളിപ്പാട് 12-ാം അധ്യായം 9-ാം വാക്യം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന സിംഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്നു. അതിൻ്റെ അർത്ഥം യേശുക്രിസ്തു വന്നു നമ്മളെ സത്യം കാണിക്കാൻ വേണ്ടി. ആ സത്യത്തിൻ്റെ ആത്മാവാണ് നമ്മളെ വഴി നടത്തുന്നത്. എൻ്റെ അറിവിൻ്റെ കണ്ണ് ഇന്നത് തുറക്കുകയാണ്. ആദപാപം ചെയ്തപ്പോൾ അവൻ്റെ ഒരു കണ്ണ് അടഞ്ഞുപോയി, മറ്റൊരു കണ്ണ് തുറന്നു.
അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെയും ശാരീരിക കണ്ണുകൊണ്ട് നടക്കുന്ന ആ കണ്ണ് അടയുകയാണ്. നമ്മുടെ ആത്മീയ കണ്ണ്, ആത്മീയ ചിന്തയുടെ കണ്ണ് തുറക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരു മനസ്സുള്ളവരാകുകയാണ് നമ്മുടെ സൃഷ്ടിയെക്കുറിച്ചുള്ളത്, നമ്മൾ ആരാണെന്നുള്ളതിൽ. ഞാനും നിങ്ങൾ വീണ്ടും ജന്മം പ്രാപിച്ചവരാണ്, സ്വർഗത്തിൽ നിന്നും ജനിച്ചവരാണ്, ആദമിൽ നിന്നല്ല. പക്ഷെ ഞാൻ പിതാവിൽ നിന്നും ജനിച്ചവരാണ്. ആദമിൻ്റെ വംശം അത് ശാപത്തിലാണ് ജനിക്കുന്നത്, മരണവും പാപത്തിൻ്റെയും നിയമത്തിന് കീഴിൽ. പക്ഷേ ദൈവത്തിൻ്റെ പുത്രന്മാർ അവരുടെ ജനനം നടക്കുന്നത് ജീവൻ്റെ നിയമത്തിലാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് അത് നന്മയെ ജീവനെയും മാത്രമേ ഉത്ഭവിപ്പിക്കൂ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കുടുംബജീവിതത്തിലും പലപ്പോഴും നിങ്ങൾക്ക് വഴക്കുകളുണ്ടാകാം, ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ഇടയിൽ വഴക്കുണ്ടാകാം. പക്ഷേ നിങ്ങൾ ഇത് ഏറ്റുപറയുകയാണെങ്കിൽ, നന്ദി പിതാവേ, ഞാൻ ഞങ്ങളുടെ രക്തത്തിലൂടെയുള്ള സന്തതിയാണ്, എനിക്കറിയാം ഞാൻ ആരാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സ്വർഗീയ സ്വഭാവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. ഈ വചനം ശക്തിയുള്ളതായി ഞാൻ എൻ്റെയും മമ്മിയുടെയും ജീവിതത്തിൽ കണ്ടു. പലപ്പോഴും എൻ്റെയും മമ്മിയുടെ ഇടയിൽ വഴക്കുണ്ടാകാറുണ്ട്. പലപ്പോഴും ഞാൻ പല കാര്യങ്ങളും അവരോട് പറഞ്ഞിട്ടുണ്ട്, അവരെന്നോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, നമ്മൾ ബൈബിളിൽ നോക്കുമ്പോൾ യേശു ക്രിസ്തു എന്നിലുണ്ട്, ഇത് അവനിൽ നിന്നുള്ളതല്ല, ഇത് ശരീരമാണ്. ഇവിടെ ഈ ശരീരമാണ് സ്വാധീനത കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ അത് ഗ്രഹിക്കാതിരിക്കുമ്പോൾ ഒരു പരിപൂർണതയിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ കളയുമ്പോൾ നമ്മൾ മുന്നോട്ട് ജീവിതത്തിൽ വളരുകയാണ്. ആ രക്തമാണ് നമ്മുടെ ബന്ധങ്ങളെ സൂക്ഷിക്കുന്നത്. എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെയുള്ള സാഹചര്യത്തിലായിരുന്നു. അവിടെ ഞാൻ എന്നെ തന്നെ വളരെ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ ആളുകൾ എൻ്റെ മുകളിൽ കുറ്റം വിധിക്കുന്നത് കണ്ടു. ആ സമയത്ത് ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ തീരുമാനിച്ചു, എൻ്റെ നിഷ്കളങ്കത, എൻ്റെ കുറ്റമില്ലായ്മ, അത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയാണ് എനിക്ക് ലഭിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്നാൽ, കുറച്ച് സമയത്തിന് ശേഷം മനസ്സിലാക്കുവാനിടയായി, എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി എന്താണ് സംഭവിച്ചതെന്നാൽ ആ ആൾ തന്നെ ആ പ്രശ്നത്തിൽ വീഴുവാനിടയായി. അവർ കുറ്റക്കാരായി സ്ഥാപിക്കപ്പെട്ടു. പിന്നെ ആ ആൾ എന്നെ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന്. അവരെന്നെ കാണാൻ വന്നപ്പോൾ എല്ലാ പ്രശ്നങ്ങളും സോൾവായി, ഞങ്ങൾ നല്ല കൂട്ടുകാരായി മാറി. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്, ഒരു പുത്രൻ, ആ ജീവൻ ആ പുത്രൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് വിശ്രമിക്കാൻ സാധിക്കും ഈ കാര്യത്തിൽ, ഈ അറിവിൽ ഉണരുന്നതിലൂടെ. ആ ഭാരം ഇപ്പോൾ നിങ്ങളുടെ മുകളിലില്ല. എല്ലാം പുത്രൻ്റേതാണ്, പിതാവ് നൽകിയിരിക്കുന്നതാണ്. അതിൽ നിന്നൊന്നും നിങ്ങൾക്ക് നഷ്ടമാകുകയില്ല. എല്ലാം നിങ്ങളുടെ അടുത്ത് തന്നെ വരും. ഇതാണ് സത്യം, എൻ്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ വിശ്രമത്തിൻ്റെതായിട്ടുള്ളത്. പിതാവ് എനിക്ക് നൽകിയിട്ടുള്ളതെല്ലാം അതെൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. പിതാവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതെല്ലാം അത് നിങ്ങളുടെ അടുത്ത് തന്നെ വരും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ അവൻ്റെ രക്തത്തിലാണ് നിലനിൽക്കുന്നത്. അവൻ്റെ രക്തമാണ് നമുക്ക് അവകാശങ്ങൾ നൽകുന്നത്. മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവൻ്റെ ദൂതന്മാരെ അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ ശ്രദ്ധിച്ചു നോക്കുക. സാത്താൻ കുറ്റം ചുമത്തുകയാണ്. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തും അപവാദിയെ തള്ളിക്കളഞ്ഞുവല്ലോ. നമ്മളെങ്ങനെയാണ് ജയാളികളാകുന്നത്? ഇവിടെ എഴുതിയിരിക്കുകയാണ്, അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും പിന്നെ തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ ജയാളികളാവുന്നത് എങ്ങനെയാണ്? ആദ്യം ആ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ട്. അത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അധിഷ്ഠിതമല്ല. നിങ്ങൾ മരുന്ന് കഴിച്ചോ ഇല്ലയോ, നിങ്ങൾ വാക്സിൻ എടുത്തോ ഇല്ലയോ, നിങ്ങൾ മധുരം അധികം കഴിച്ചോ ഇല്ലയോ, കുറച്ചാണോ കഴിച്ചത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷുഗർ വന്നത്. ഷുഗറിൻ്റെ മുകളിൽ നിങ്ങൾ ജയാളികളാകും കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും സാക്ഷ്യവചനം ഹേതുവായും. അതിൻ്റെ അർത്ഥം, നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത്? നിങ്ങൾ ആരാണ്? യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ പറയുക ഞാൻ ആരാണ് എന്ന്. യേശു ആർക്കും ഒന്നും സ്ഥാപിച്ചു കൊടുക്കാനല്ല വന്നത്. എനിക്ക് വളരെ ഇഷ്ടമാണ് യേശുവിൻ്റെ ജീവിതം നോക്കുമ്പോൾ. പുത്രൻ്റെ ജീവിതം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം നോക്കി നിങ്ങൾ പഠിക്കണം. എന്തുകൊണ്ടെന്നാൽ എല്ലാ പ്രശ്നങ്ങളും അവൻ്റെ ചുറ്റുമുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം വല്ലാതെ അത് മരണമുള്ളതായിട്ട് കണ്ടു കാണാം. പക്ഷെ ആളുകൾ പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, എന്താണ് സംഭവിക്കുന്നത്? ഞാൻ പറയും, നിങ്ങൾ യേശുവിൻ്റെ ജീവിതം നോക്കുക. അവൻ്റെ ചുറ്റും ഉള്ള ആളുകളുടെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ അവനൊരിക്കലും സാഹചര്യങ്ങളിൽ നിന്ന് അവൻ്റെ തിരിച്ചറിവെടുത്തില്ല. അവൻ മരണത്തെയും ജീവനിലേക്ക് മാറ്റുവാനിടയായി. അവൻ അറിയാമായിരുന്നു അവൻ ആരാണ് എന്ന്. കുരുടന്മാർ അവൻ്റെ അടുത്ത് വന്ന് അവർ കാണുവാൻ തുടങ്ങി. എത്ര വികലാംഗർ വന്നു അവർ ഓടുവാനും നടക്കുവാനും തുടങ്ങി. ഇതെങ്ങനെയാണ് സംഭവിച്ചത്?
ചുറ്റും അങ്ങനെ പ്രയോജനമില്ലാത്ത കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവൻ അത് പോകാൻ പ്രാർത്ഥിച്ചില്ല. അത് അവനെ എഫക്റ്റ് ചെയ്തില്ല. അവനറിയാമായിരുന്നു അവൻ വെളിച്ചമാണ് എന്ന്. ഒരു വെളിച്ചത്തിന്റെ സ്വഭാവമാണ് അത് ഇരുട്ടിനെ പുറത്താക്കി കളയും. അതാണ് ഞാൻ നിങ്ങൾ ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് കൊടുങ്കാറ്റ് പോകാൻ പ്രാർത്ഥിക്കുന്നില്ല. കോവിഡ് വന്നപ്പോഴും നമ്മളിത് പ്രാർത്ഥിച്ചില്ല, കോവിഡ് പോകണമെന്ന് പ്രാർത്ഥിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ആ സമയത്ത് ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു. അതിന് നമ്മുടെ മുകളിൽ ഒരു അധികാരവും ഇല്ലായിരുന്നു. അത് നല്ല സമയമായിരുന്നു. എല്ലാവരുടെ അടിസ്ഥാനം ഇളകി. യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്നവരുടെ ഇളകിയില്ല. യേശുവിലല്ലാത്തവരെല്ലാം വീണുപോയി. നമുക്കറിയാം, ഞാനും നിങ്ങളും ഈ ലോകത്തിന്റെ വെളിച്ചമാണ്. നമുക്കറിയാം പാപത്തിന്റെയും മരണത്തിന്റെയും നിയമം ആദമിന്റെ വംശത്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഒരു പുത്രന്റെ ജീവൻ, അത് ജീവന്റെ നിയമത്തിൽ നിന്നാണ് സഞ്ചരിക്കുന്നത്. ഒരുപാട് സാക്ഷ്യങ്ങൾ നമ്മുടെ സഭയിലുണ്ടായി. ആ സമയത്ത് അനേകർ ധനികരായി തീർന്നു. അവർ മാത്രമായിരുന്നു ഏക ഒരു വെളിച്ചം ഉണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഈ അറിവിൽ ഉണരുകയാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഈ അറിവിൽ ഉണരുമ്പോൾ, നിങ്ങൾ ദൈവത്തിന്റെ ഭയത്തിൽ സഞ്ചരിക്കുമ്പോൾ എല്ലാ ലോകത്തിൻ്റെതായ കാര്യങ്ങളും നിങ്ങളെ ഭയപ്പെടുവാൻ തുടങ്ങും. നമ്മൾ ഒരു മനസ്സോടെ, ഒരു ചിന്തയോടെ നമ്മൾ പാപികളല്ല, ഇപ്പോൾ നമ്മൾ അവൻ്റെ പുത്രന്മാരാണ് രക്തത്തിലൂടെ എന്നുള്ളതിൽ ആയിരിക്കുമ്പോൾ നമ്മളിപ്പോൾ അവൻ്റെ നീതിയിലാണ്, നമ്മുടേതിലല്ല നിലനിൽക്കുന്നത്. നമ്മൾ മുന്നോട്ട് പോകുന്നു. നമുക്ക് മുന്നോട്ട് വായിക്കാം. എഫേസ്യർ 6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം മുതൽ വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്: ഒടുവിൽ കർത്താവിലും കർത്താവിൽ അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. ഇവിടെ എഴുതിയിരിക്കുകയാണ്, എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നമ്മൾ നേരത്തെ വചനത്തിൽ വായിച്ചു, നമുക്ക് പോരാട്ടമുള്ളത് നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിൽ ജഡപ്രകാരം പോരാടുന്നില്ല. നമ്മൾ നേരത്തെ വചനത്തിൽ വായിച്ചതുപോലെ നമ്മുടെ ജഡത്തിന്റെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ എടുപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാണ്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. വചനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, ഇതെല്ലാം ഇപ്പോൾ നമ്മുടെ കാലിന്റെ കീഴെയാണ്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് അതിൻ്റെ അർത്ഥം യുദ്ധമുണ്ട്, യുദ്ധം ഇല്ലെന്നല്ല പറയുന്നത്. ചിന്തകളും പ്രശ്നങ്ങളും നിങ്ങളുടെ അടുത്തുണ്ട്. നിങ്ങൾ അത് നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിൻ്റെ പുറകെ ഓടുന്ന അവസാനിപ്പിക്കുക. നിങ്ങൾ നിലനിൽക്കുക. യേശു ക്രിസ്തുവിൽ നിങ്ങളുടെ സ്ഥാനം നിങ്ങൾ വിട്ടുകളയാതിരിക്കുക. എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും. എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന്. നിങ്ങൾക്കറിയാമോ, എതിർപ്പാനും എന്നുള്ളതിൻ്റെ നിങ്ങൾക്കറിയാമോ, ഒരാൾ എന്നെ മനസ്സിലാക്കി തന്നു ലളിതമായിട്ട്. നിങ്ങൾ വാട്ടർ സ്കിമ്മിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വള്ളി, നിങ്ങൾക്കറിയാമോ, ഈ എതിർത്ത് നിൽപ്പാൻ എന്നുള്ള ശബ്ദത്തിൽ എന്നെ ഒരാൾ മനസ്സിലാക്കി തന്നായിരുന്നു ലളിതമായിട്ട്. നിങ്ങൾ വാട്ടർ സ്കീയിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയറ് ഏതെങ്കിലും ഒരു വള്ളവുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കും. അത് നിങ്ങളെ വലിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്കറിയാമോ, എല്ലാ വെള്ളത്തിന്റെ തിരകൾ നിങ്ങൾക്കെതിരായിട്ടാണ് വരുന്നത്. പക്ഷെ നിങ്ങൾ ആ കയറ് പിടിച്ചുകൊണ്ട് അതിനോട് എതിർത്ത് നിൽക്കുകയാണ്. അതുപോലെയാണ് എന്ത് സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നാലും നിങ്ങൾ അത് നിങ്ങളുടെ തിരിച്ചറിവിനെ മാറ്റിക്കളയാൻ അനുവദിക്കാതിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ട് നിൽക്കുക, ആ വിശ്രമത്തിന്റെ സ്ഥാനത്ത് നിലനിൽക്കാൻ. അതുകൊണ്ടാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക വിശ്രമത്തിൽ നിലനിൽക്കാൻ. ഈ ലോകത്തെ തെറ്റിച്ച് കളയുന്നവൻ ഒരുപാട് ചതികളും തന്ത്രങ്ങളും അത് കൊണ്ടുവരും. അത് രോഗത്തിന്റെ രൂപത്തിലാണെങ്കിലും നമ്മളതിൽ വിശ്വസിക്കുന്നില്ല. നമ്മൾ സത്യത്തിലാണ് നിലനിൽക്കുന്നത്. നിങ്ങൾക്കറിയാമോ, എൻ്റെ മമ്മിക്ക് ക്യാൻസറിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഓടിയില്ല, പക്ഷെ ഞങ്ങൾ വിജയാളികളായി. ഞങ്ങൾ വിശ്രമത്തിന്റെ സ്ഥലത്ത് നിലനിന്നപ്പോൾ നമ്മളുടെ യുദ്ധം ജയിക്കുന്നത് നമ്മൾ ചിന്തകളുടെയും പ്രശ്നങ്ങളുടെയും പുറകെ പോകാതിരിക്കുമ്പോഴാണ്, അതിനോട് യുദ്ധം ചെയ്യാതിരിക്കുമ്പോഴാണ്. ഒരു സ്വപ്നം എനിക്ക് വന്നു. അതിൽ ഞാൻ കാണുവാനിടയായി ഒരു സ്ഥലം, അവിടെ ഒരു കള്ളൻ എല്ലാവരുടെയും വീടുകളിൽ പോയി അവൻ മോഷ്ടിക്കുകയാണ്. പിന്നെ യേശു എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറയുകയാണ്, നിനക്കറിയാമോ ഇതിൻ്റെ കാരണം? ഇവൻ മോഷ്ടിക്കാനുള്ളതിൻ്റെ എല്ലാവരും ആ മോഷ്ടാവിൻ്റെ പുറകെ ഓടുകയാണ്. എന്നോട് പറയാം, നീ ഇതിൻ്റെ പുറകെ ഓടുന്നത് നിർത്തുക. ഒരാൾ എങ്ങനെയാണ് ഫേമസ് ആകുന്നത്? അവരൊരു കാര്യം പറഞ്ഞു, എല്ലാവരും ആ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോഴാണ്. പിന്നെ 5 പേരും ഒന്നുകൂടെ കൂടാൻ തുടങ്ങും. തുടക്കത്തിൽ തന്നെ അതാരും ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ അതിനൊരു ശക്തിയും ഇല്ലായിരിക്കും. അതുപോലെയാണ് എൻ്റെ സ്വപ്നത്തിലുണ്ടായിരുന്നത്. എല്ലാവരും ആ കള്ളൻ്റെ പുറകെ ഓടുകയാണ്, അവൻ മോഷ്ടിക്കുകയാണ്.
ഒരു വചനം എനിക്ക് ലഭിച്ചു. ദുഷ്ടൻ അവൻ നിൽക്കും, നിങ്ങൾ അവൻ്റെ പുറകെ ഓടുന്നത് നിർത്തുമ്പോൾ. എല്ലാ ദുഷ്ടൻ്റെ പ്രവർത്തികളും നിന്നു പോവും, നമ്മൾ അതിൻ്റെ പുറകെ ഓടുന്ന അവസാനിപ്പിക്കുമ്പോൾ. പിന്നെ സദൃശ്യവാക്യത്തിൽ ഞാൻ വായിച്ചു, സാത്താൻ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളുടെ പുറകെ ഓടാതിരിക്കുമ്പോൾ അവന് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അവൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് അവന് ശക്തി കിട്ടിയത്? ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു, ഞാൻ അതിൻ്റെ പുറകെ ഓടാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ തീരുമാനമെടുത്തു, ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ എനിക്ക് ഈ വെളിപ്പാട് കിട്ടിയപ്പോൾ നിങ്ങൾ ദുഷ്ടൻ്റെ പുറകെ ഓടുന്നത് അവസാനിപ്പിക്കുക എന്നുള്ളത്. ആ സമയത്ത് അത് നിന്നു പോകും, അവൻ ഒരു പ്രയോജനമില്ലാതെയാകുമെന്നുള്ളത്. ഞാൻ എല്ലാ വാതിലുകളും ആ ചിന്തകൾക്ക് വേണ്ടിയുള്ളത് അടച്ചു കളഞ്ഞു. ഞാൻ വിശ്രമത്തിൽ വന്നു. ഞാൻ അത്ഭുതകരമായ ഈ സൗഖ്യം എൻ്റെ ജീവിതത്തിൽ പ്രാപിക്കുവാനിടയായി. ഞാൻ വിശ്രമിച്ചു. എൻ്റെ തിരിച്ചറിവിൽ ഞാൻ ആരാണെന്നുള്ളതിൽ എല്ലാ തെറ്റായിട്ടുള്ള കാര്യങ്ങളും എന്നെ വിട്ടുപോയി. സാത്താൻ നമ്മുടെ മനസ്സിലേക്ക് ചിന്തകൾ, ഭാരങ്ങൾ കൊണ്ടുവരും. നമ്മൾ അതിൻ്റെ പുറകെ ഓടുമ്പോൾ നമ്മൾ അതിൻ്റെ ദാസനായി തീരുവാനിടയാകും. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നമ്മൾ വചനത്തിലും വായിച്ചു, 13-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. സ്ഥിരതയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും. ഇവിടെ എഴുതിയിരിക്കുകയാണ് സത്യം കെട്ടിയും. അരയ്ക്ക് സത്യം കെട്ടുക. ബെൽറ്റ് നിങ്ങൾക്കറിയാമോ? നമ്മൾ അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ പാൻറ് കെട്ടിവെക്കാനാണ്. അതിനെ അവിടെ നിലനിർത്തുകയാണ്. വചനം പറയുകയാണ് അരയ്ക്ക് സത്യം കെട്ടണമെന്ന്. നിങ്ങൾക്കറിയാമോ, ആ ജീവനാണ് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ളത്. എത്രയധികം നിങ്ങൾ നീതി ബോധത്തിൽ ഉണരുന്നുവോ, നീതി നിങ്ങൾക്കറിയാമോ, അത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തെ കൂടെ ഒരുമിച്ചായിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ എത്രയധികം നീതി ബോധത്തിൽ ഉണരുന്നുവോ, നിങ്ങൾ നീതിമാനാണ് എന്നുള്ളത് വിശ്വാസത്തിലൂടെ യേശു ക്രിസ്തു എനിക്ക് നിങ്ങൾക്കും വേണ്ടി ചെയ്തതിൽ. മുന്നോട്ട് നമുക്ക് വചനത്തിൽ വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ് 13-ാം വാക്യത്തിൽ, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും. സമാധാന സുവിശേഷം എനിക്കും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഇതിനോടെല്ലാം കൂടെ ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളേക്കും കെടുക്കുവാൻ തക്കതായി വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പീൻ. നിങ്ങൾക്കറിയാമോ, വിശ്വാസത്തിന്റെ പരിചയം എന്താണ്? വിശ്രമത്തിൽ നിലനിൽക്കുന്നത്. ആ രക്തമാണ് എന്നെ വിജയാളിയാക്കുന്നത്. എത്രയധികം ഞാൻ ഈ സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഉണർന്നുവോ, ഞാൻ എന്നെ തന്നെ അധികം വിശ്രമത്തിൽ കാണുവാൻ സാധിച്ചു. പലപ്പോഴും ഇതെൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ ചിലപ്പോൾ എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണാം, രോഗത്തിൻ്റെതായിട്ടുള്ളത്. പക്ഷെ ഞാൻ ആ വിശ്രമത്തിലാണ്. എനിക്കറിയാം ഞാൻ ആയിരിക്കുന്നതാണ്, എൻ്റെ തിരിച്ചറിവാണ് ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ളത്. അത് ഈ രോഗത്തെ ദൂരത്താക്കി കളയും. എന്തുകൊണ്ടെന്നാൽ ആ തിരിച്ചറിവിൽ ശക്തിയുണ്ട്. ആ പുനരുത്ഥാന ജീവനാണ് എൻ്റെ ഉള്ളിലുള്ളത്. അത് ജീവനെ മാത്രമേ ഉത്ഭവിക്കൂ. ഇപ്പോൾ ആ ഭാരം എൻ്റെ മുകളിലില്ല. അതെൻ്റെ പ്രവൃത്തി കൊണ്ടല്ല, ആ രക്തമാണ് ആ എല്ലാ അവകാശങ്ങളും യേശുക്രിസ്തു എനിക്ക് വേണ്ടി വെച്ചത് എനിക്ക് ലഭിക്കാനിടയാക്കുന്നത്. എന്തെങ്കിലും അങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ വരികയാണ്, ഭാരം നിങ്ങളുടെ മുകളിലാണ് എന്ന്, അത് സ്വർഗീയ പിതാവിൽ നിന്നുള്ളതല്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള എല്ലാ സങ്കല്പങ്ങളെയും പിടിച്ചടക്കുകയാണ്. നിങ്ങളെ ആ തിരിച്ചറിവിൽ കളയുന്നത്. നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾക്ക് രക്തത്തിലൂടെ അല്ല ലഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള എല്ലാ സങ്കല്പങ്ങളെയും അങ്ങനെ എല്ലാ ഉയർച്ചകളെയും, ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് വിപരീതമായിട്ട് വരുന്നത്, നിങ്ങൾ ശരീരത്തെ നിങ്ങളിൽ കെട്ടിയിടാൻ ശ്രമിക്കുന്നത്, അതിനെ നിങ്ങൾ ഇടിച്ചു കളയണം. അതിനെ നിങ്ങൾ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനെ പിടിച്ചെടുക്കണം. മുന്നോട്ട് വചനത്തെ നമുക്ക് വായിക്കാം. എല്ലാറ്റിനും ഇത് ദുഷ്ടന്റെ തീയമ്പുകളേക്കും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പിൻ. പിന്നെ എഴുതിയിരിക്കുകയാണ് മുന്നോട്ട് 17-ാം വാക്യത്തിൽ, രക്ഷ എന്ന ശിരസ്ത്രവും. നിങ്ങൾക്കറിയാമോ, നമ്മൾ ശിരസ്ത്രത്തിന് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഹെൽമെറ്റാണ്. നമ്മൾ ഹെൽമെറ്റ് ഇടുമ്പോൾ നിങ്ങൾക്കറിയാമോ, പുറത്തെ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കുന്നത് നിൽക്കുവാനിടയാകും. ഇന്ന് ഈ ലോകത്തിൽ വളരെ അങ്ങനെയുള്ള ശബ്ദങ്ങളുണ്ട്, ചിന്തകളെ, വിചാരങ്ങളെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്. ആ രക്ഷ എന്ന ശിരസ്ത്രം അങ്ങനെയുള്ള എല്ലാ ചിന്തകളെ, ആ ശബ്ദങ്ങളെ നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നത് നിർത്തുവാനിടയാകും. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ദൈവവചനം എന്ന ആത്മാവിന്റെ വാളം കൈക്കൊള്ളുവിൻ. നമുക്ക് കാണാൻ സാധിക്കും, നിയമം കൊടുത്തത് പാപത്തിന്റെ തിരിച്ചറിവ് ആളുകൾക്കുണ്ടാകാനാണ്. പക്ഷെ എനിക്കും നിങ്ങൾക്കും ഇന്ന് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ആ
സമാധാന സുവിശേഷമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. മുന്നോട്ട് റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. അവർ പരിജ്ഞാനപ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അതിന്റെ അർത്ഥം ഇതാണ്, ലോകം ആഗ്രഹിക്കുന്നു നമ്മൾ അങ്ങനെയുള്ള ഒരു കർമ്മത്തിന്റെ ചക്രത്തിൽ അകപ്പെട്ട് പോകണമെന്ന്. നമ്മുടെ പ്രവൃത്തി കൊണ്ടാണോ അല്ലയോ എന്നുള്ളത്. പക്ഷെ നമ്മൾ വിശ്വാസത്താലാണ് ആ നീതി പ്രാപിക്കുന്നത്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ് 5-ാം വാക്യത്തിൽ, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കുമെന്ന് മോശെ എഴുതിയിരിക്കുന്നുവല്ലോ. വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു, ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ചോ ആർ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ അത് എന്ത് പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ. യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. നോക്കൂ എങ്ങനെയാണ് നമ്മൾ വചനത്തിൽ വായിച്ചത്, എത്ര ലളിതമാണ്. നീതി അത് ഹൃദയത്തിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് വരുന്നത്. ഇന്ന് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കുകയാണ്, യേശുവിൽ ഞാൻ പിതാവിൻ്റെ നീതിയാണ്, ഞാൻ അവൻ്റെ പ്രിയപുത്രനാണ്. അപ്പോൾ നമ്മൾക്ക് അതെല്ലാം പിതാവിൽ നിന്ന് പ്രാപിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ എത്രയധികം പ്രശ്നങ്ങൾ വന്നോ, ഞാൻ വിശ്വസിച്ചു അവൻ്റെ നീതിയിൽ. ഗീതുവിൻ്റെ സാക്ഷ്യത്തിലും അവൻ്റെ കുഞ്ഞിന് ഛർദ്ദിൽ വന്നപ്പോൾ അവരാരിലാണ് വിശ്വസിച്ചത്? അവൻ്റെ നീതിയിലാണ്. ഇതേ വിശ്വാസത്തിലൂടെ ആ അവകാശങ്ങൾ നമുക്ക് രക്തത്തിലൂടെ പ്രാപിക്കുവാൻ സാധിക്കും. അതിൻ്റെ ഭാഗവാക്കാകുകയാണ്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം, നിങ്ങൾ ഏത് പ്രശ്നത്തിലായിരിക്കുന്നു അവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് വിടുതൽ ലഭിക്കുന്നത്? നിങ്ങൾ ഏറ്റുപറയുന്നതിലൂടെ. മുന്നോട്ട് നമുക്ക് നോക്കാം. വചനത്തിൽ പറയുകയാണ്, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. അതിൻ്റെ അർത്ഥം, അവൻ്റെ നീതിയിൽ ആരൊക്കെ വിശ്വസിക്കുന്നുവോ അവർ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ. CTS, നിങ്ങളുടെ ചിന്തകൾ അവനിൽ അർപ്പിക്കുക, അവൻ നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടുന്നു. ടേക്ക് നോ തോട്ട്സ്, ഒരു വിചാരങ്ങളും സ്വർഗീയ പിതാവിൽ നിന്നല്ലാത്തത് അങ്ങനെയുള്ള എല്ലാ ചിന്തകളെയും നിങ്ങൾ ഗ്രഹിക്കാതിരിക്കുക. യെസ്, സ്പീക്ക്, പ്രഖ്യാപിക്കുക, ഏറ്റുപറയുക നിങ്ങൾ നിങ്ങളുടെ നീതിയെക്കുറിച്ച് യേശു ക്രിസ്തുവിലുള്ളതിൽ. എന്തുകൊണ്ടെന്നാൽ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, വചനം അത് ഇരുവായ്ത്തലയുള്ള വാളിനെ പോലെയാണെന്ന്. നമ്മൾ ആ എല്ലാ ദുഷ്ടന്റെ തീയമ്പുകളെയും കെടുത്തു കളയാൻ അതിന് ശക്തിയുണ്ട്, അത് നമ്മുടെ അടുത്തേക്ക് വരുന്നതിനെ. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. രോഗത്തിന്റെ ലക്ഷണങ്ങൾ രാത്രിയിൽ ഞാൻ കാണുമ്പോൾ ഞാൻ പറയും, യേശുവേ അങ്ങയുടെ സ്വഭാവമാണ് എൻ്റെ ഉള്ളിലുള്ളത്, എനിക്കറിയാം ആ ജീവൻ എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വീഴുകയാണ്. ഞാനത് ഏറ്റു പറയുമ്പോൾ എല്ലാം എന്നെ വിട്ടുപോകുവാനിടയാകും. ഈ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നത് ഒരു വിശ്രമത്തിന്റെ സ്ഥലത്തെയാണ്. നമ്മൾ വിശ്വസിക്കുന്നു എന്തെങ്കിലും ആകാൻ വേണ്ടിയല്ല, നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് സത്യമായതുകൊണ്ടാണ്. നിങ്ങൾ സത്യത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ വ്യാജത്തിൽ വിശ്വസിക്കുന്നു. ഇതാണ് വചനം പറയുന്നത്. നമ്മൾ ഈ ലോകത്തിലാണ്, പക്ഷെ നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ല. സ്വർഗീയ പിതാവും ആഗ്രഹിക്കുന്നു നമ്മൾ നമ്മുടെ തിരിച്ചറിവിൽ വിശുദ്ധരാകണമെന്ന്, ഒരേ ചിന്തയോടെ ഒരേ ഹൃദയത്തോടെ നിലനിൽക്കണമെന്നും. നമ്മൾ ആരാണെന്നുള്ളതിൽ ഇതാണ് സത്യം. നമ്മുടെ ചുറ്റും എല്ലാ ആത്മീയ സാഹചര്യങ്ങളും അറിയുന്നു നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എവിടുന്നാണെന്നും. ഈ ലോകത്തിൽ ഒരു ആത്മീയ യുദ്ധമുണ്ട്. അവിടെ എല്ലാ കാര്യങ്ങളും നമ്മളെ കാണിക്കാൻ വരുന്ന ഇതാണ്, അല്ല, നിങ്ങളല്ല എന്നാണ്. അവിടെ നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധരാക്കണം. എങ്ങനെയാണ് വിശുദ്ധരാക്കുന്നത്? നമ്മൾ സത്യത്തിലൂടെ. ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, എൻ്റെ എല്ലാ അവകാശങ്ങളും വരുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയാണ്. നിങ്ങൾ അങ്ങനെയുള്ള ചിന്തകളെയും എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളയുമ്പോൾ, വിചാരങ്ങളെ ക്രിസ്തുവിനോട് അനുസരണത്തിനായി പിടിച്ചെടുക്കുമ്പോൾ ബൈബിൾ എഴുതിയിരിക്കുകയാണ്, എല്ലാ അനുസരണക്കേടിനെയും ശിക്ഷിക്കപ്പെടുവാനിടയാകും. ഞാൻ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, CTS, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജീവിത ശൈലിയാക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ശ്രമിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും ചിന്തയുടെ അടിമയാണ് അല്ലെങ്കിൽ ഒരു ദാസനാണ് എങ്കിൽ അതിനെ ഇടിച്ചു കളയുക. നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക.
ഞാൻ പറഞ്ഞു, എത്രയധികം നിങ്ങൾ ഈ മേഖലയിൽ ഉണരുന്നുവോ ആ മേഖലയിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു യുദ്ധമുണ്ടാകുകയില്ല. ആ മേഖലയിൽ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ആ സങ്കല്പങ്ങളെ, ആ ഉയർച്ചകളെ, വിചാരങ്ങളെ പിടിച്ചടക്കി ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനാക്കണമെന്ന്. അതൊരു യുദ്ധമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ എനിക്ക് രോഗത്തിൻ്റെ മേഖലയിൽ എനിക്ക് അങ്ങനെയുള്ള ചിന്തകൾ വരാറില്ല. പക്ഷെ മറ്റുള്ള മേഖലകൾ എനിക്കിപ്പോഴും വരാറുണ്ട്. നമ്മൾ പഠിക്കുകയാണ് എങ്ങനെയാണ് അതിനെ ഇടിച്ചു കളയേണ്ടതെന്ന്. ഇത് നമ്മുടെ തിരിച്ചറിവാണ്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ ഈ ഭൂമിയിൽ ഒരു രാജാവിനെ പോലെ സഞ്ചരിക്കും നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ എല്ലാ ചിന്തകളെയും വിചാരങ്ങളെയും അവനിൽ അർപ്പിക്കുക. ഒരു ചിന്തകളെയും പുറത്തുനിന്നുള്ളതിനെ സ്വീകരിക്കാതിരിക്കുക. പ്രഖ്യാപിക്കുക. സ്വർഗീയ പിതാവിൻ്റെ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ സന്തോഷവും സമാധാനവും ഉത്ഭവിപ്പിക്കും. ഈ ഫലം ഏതെങ്കിലും വിചാരങ്ങൾ കൊണ്ടുവരുന്നില്ല എങ്കിൽ അതിനെ സ്വീകരിക്കാതിരിക്കുക. വരൂ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇന്നത്തെ ആത്മീയ ദശാംശം നമ്മുടെ മഹാപുരോഹിതനെ നമുക്ക് അർപ്പിക്കാം. നിങ്ങൾ എന്നോട് കൂടെ ഏറ്റുപറയുക. പിതാവേ, ഞാൻ അങ്ങയുടെ രാജ്യത്തിൽ അങ്ങയുടെ പുത്രനാണ്. യേശുവെ, അങ്ങയുടെ മഹാപുരോഹിതനാണ്. ഇന്ന് എൻ്റെ പ്രാണനിൽ വന്ന ഉയർച്ചയുടെ 10% ഞാൻ അംഗീകരിപ്പിക്കുന്നു. Pray in tongues and just thank him. Oh rahadari ararapa shiklara dararapa stiri ararapa vahadararapa kulororopa shebrahadararapa. Amen. Amen.